കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ഷാവോ എന്ന് പറയുന്ന വ്യക്തി കുടിച്ചു ബോധമൊന്നുമില്ലാതെ കഥാനായകനായിട്ടുള്ള യൂലിനോട് നീ അവളെ വിളിച്ചോ, എത്രയും പെട്ടെന്ന് ഏതെങ്കിലും പെണ്ണിനെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോൾ ഇവൻ സാർ നിങ്ങൾ മദ്യപിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഷാവോ കേൾക്കുന്നില്ല. ഇവരുടെ മുന്നിൽ തന്നെയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഏൻഷിനും ഉള്ളത്. ഷാവോ പെട്ടെന്ന് ഇവളെ കണ്ടിട്ട് വേറെ ആരോ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇന്ന് നീ എന്നോടൊപ്പം വന്നാൽ 1 മില്യൺ തന്നേക്കാം എന്ന് പറഞ്ഞ് ഹഗ്ഗയാണ്. സത്യത്തില് ഷാവോടെയും ഏൻഷിനെയും വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ ഒരു സമയത്താണ് ഷാവോയുടെ യഥാർത്ഥ സ്വഭാവം ഇവളെ തിരിച്ച് അറിയുന്നത്. സോ ഇവളെ മൈൻഡ് വോയിസിൽ ആകെ തകർന്നിട്ട് ഞാൻ തെരഞ്ഞെടുത്ത വ്യക്തി ശരിയായിരുന്നോ എന്ന് എനിക്കറിയില്ല, എന്നാൽ ഇവൻ എന്നെ ചതിക്കായിരുന്നെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ എന്നെ സ്നേഹിച്ചതും ഞാൻ സ്നേഹിക്കുന്നതായിട്ടുള്ള വ്യക്തി ഇതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഇവൻ എന്നെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് യൂസ് ചെയ്തത്, അവിടെ ഞാൻ പരാജയപ്പെട്ടു എന്ന രീതിയിലാണ് ഇവളെ ഇപ്പോ സംസാരിക്കുന്നത്. എന്നാൽ ഇവളെ സാഡ് ആവുന്ന സമയത്ത് പെട്ടെന്ന് യൂലിനാണെങ്കിൽ ഇവളെ കിസ് ചെയ്യാണ്. ഇവളെ ഇപ്പൊ ഇവളുടെ ഫിയാൻസി ആയിട്ടുള്ള ഷാവോ ചതിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവളും ഇവനെ കിസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് 1 വർഷം മുന്നേ നടന്ന കാര്യങ്ങളിലേക്ക് പോവാണ്. യഥാർത്ഥത്തിൽ യൂലിൻ ഷാവോയുടെ ബോഡി ഗാർഡാണ്. 2 പേഴ്സണൽ ബോഡി ഗാർഡാണ് ഷാവോയ്ക്കുള്ളത്. ഷാവോ ആണെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു അഹങ്കാരിയും ഒരു പ്ലേ ബോയും ആണ്. സോ ഇവനിപ്പോ അങ്ങനെ കുറച്ച് ലേഡീസിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അത് കണ്ടുകൊണ്ട് നിൽക്കാണ്. അപ്പൊ ഈ ഒരു രണ്ടാമത്തെ ബോഡി ഗാർഡ് ആണെങ്കിൽ പണക്കാരുടെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ യൂലിൻ എനിക്ക് അത്ര നന്നായിട്ട് തോന്നുന്നില്ല എന്ന് പറയുന്നു. അതേസമയം തന്നെയാണ് ഷാവോയുടെ ഫാദർ ഇവനെ കാണാനായിട്ട് വരുന്നത്. മകനാണെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ അച്ഛൻ ഇവനോട് വന്ന് നമ്മുടെ ഏൻഷ്യന്റ് ഫോട്ടോ കാണിച്ചിട്ട് ഇത് ഇന്ന കമ്പനിയുടെ സിയോയുടെ മകളാണ്, നീ എത്രയും പെട്ടെന്ന് ഇവളെ കറക്റ്റ് ചെയ്ത് വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. അപ്പൊ ഷാവോ ഇത് എന്റെ ടൈപ്പിലുള്ള പെൺകുട്ടിയെ അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അച്ഛൻ അവളെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, നമ്മുടെ സ്ഥാനം എന്ന് മുൻപന്തിയിൽ നിർത്താനായിട്ട് ഇപ്പൊ നീ പെൺകുട്ടി വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ ഷാവോ ശരി ശരി ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവന്റെ പരിപാടിയിലേക്ക് പോകുന്നു. എന്നാൽ ഷാവോയുടെ ഫാദർ അവിടെ നിന്ന് പോയതിനു ശേഷം ഈ ഒരു ബോഡി ഗാർഡ് ആണെങ്കിൽ ഇന്ന് നല്ല പെൺകുട്ടി അല്ലേ എന്ന് ചോദിച്ച് ഫോട്ടോ എടുത്ത് യൂലിനെയും കാണിക്കുന്നു. ഇവൻ ഫസ്റ്റ് ടൈം അങ്ങനെയാണ് ഇവളെ കാണുന്നത്. അതിനുശേഷം യൂലിനാണെങ്കിൽ ഇവൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. അപ്പൊ ഇവന്റെ മൈൻഡ് വോയിസിൽ ഇതാണ് എന്റെ വീട്, അതായത് ഇവന് ഷാവോയുടെ ഫാമിലി സ്റ്റേ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ഥലമാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് എന്റെ 6751 ദിവസമാണ് എന്ന് പറഞ്ഞ് ഇവനത് അവിടെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അതായത് 18 വർഷം മുന്നേ ഇവന്റെ അമ്മയുടെ ചികിത്സാ ചെലവിനായിട്ട് വലിയൊരു തുക ആവശ്യമായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനും ഇവന്റെ അച്ഛനും ഈ ഒരു ഷാവോയുടെ ഫാദറിനെ കാണാനായിട്ട് എത്തുന്നു. പൈസ കട ചോദിച്ചാണ് വന്നേക്കുന്നത്. പക്ഷെ ഷാവോയുടെ ഫാദർ ആണെങ്കിൽ ഇതിന്റെ ഇൻട്രസ്റ്റ് പോലും നിനക്ക് 1 വർഷം പണിയെടുത്താൽ പോലും തിരിച്ചു തരാനാവില്ല എന്ന് പറയുമ്പോൾ യൂലിന്റെ ഫാദർ അത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചടച്ചോളാം, അപ്പോ നിങ്ങൾ എന്റെ വൈഫിനെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഞാൻ എന്റെ ലൈഫ് തന്നെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി തന്നേക്കാം എന്ന് പറഞ്ഞ് ഇയാളുടെ കാല് പിടിക്കുമ്പോൾ യൂലിന്റെ ഫാദർ ഇവിടുത്തെ മുന്നേ ഉള്ള ജോലിക്കാരനാണ്. എന്നാൽ ഷാവോയുടെ ഫാദർ ആണെങ്കിൽ ഒരു തമാശ എന്ന രീതിയിൽ നീ ഇപ്പോ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി തരികയാണെങ്കിൽ ഞാൻ നിനക്ക് പൈസ തന്നേക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇയാൾ ഒന്നും തന്നെ നോക്കുന്നില്ല. പെട്ടെന്ന് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുകയാണ്. അങ്ങനെയെങ്കിലും വൈഫിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇവന്റെ അമ്മയാണെങ്കിൽ പിന്നീട് ഒരുപാട് കാലമൊന്നും ജീവിച്ചിരുന്നില്ല. ഷാവോയുടെ ഫാദർ ആണെങ്കിൽ ഇവർക്ക് നക്കാപ്പിച്ച പൈസയാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നല്ല രീതിയിൽ നടന്നിട്ടില്ല. പക്ഷെ ഇവനെ കൊണ്ട് 80 വർഷത്തെ കരാറിലാണ് ഒപ്പിടിപ്പിച്ചത്. വലിയൊരു തുക ഇവന്റെ ഫാമിലി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രത്യേകമായിട്ട് ഇവൻ 80 വർഷം ഇവിടെ അടിമയായിട്ട് ജീവിക്കണം എന്ന രീതിയിലാണ് ആ ഒരു കരാറില് ഒപ്പിടിപ്പിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ഇവിടുത്തെ ഒരു പട്ടിയാണ്. ഇപ്പൊ 18 വർഷമായിട്ട് ഞാൻ ഈ ഒരു നരക ജീവിതം ജീവിക്കുകയാണ്. അതായത് ഷാവോയുടെ ഫാദർ ആയാലും ഷാവോ ആയാലും ഇവനെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവര് തല്ലി പരിക്കേൽപ്പിച്ച പാടുകളാണ് യൂലിന്റെ ശരീരം മുഴുവനുള്ളത്. പക്ഷെ ഇവൻ അതെല്ലാം സഹിച്ച് ഇന്നും കിടക്കുന്നത് ഇവന്റെ പാരന്റ്സിന്റെ ലൈഫ് വെച്ചിട്ടാണല്ലോ ഈ ഷാവോയുടെ ഫാമിലി കളിച്ചത്. ഇവന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആക്കിയതും സോ അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരേ ഒരു ദിവസം അവർക്ക് മേലെ വരാൻ വേണ്ടിയിട്ട് അതിനാണ് ഇവൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഏൻഷ്യനെ ഷാവോ വിവാഹം ചെയ്യുകയാണെങ്കിൽ ഈ ഷാവോയുടെ ഫാമിലി വളരെ ടോപ്പിലേക്ക് പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ഷാവോയേക്കാൾ മുന്നേ തന്നെ ഇവൻ ഇപ്പോ അവളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏൻഷ്യന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇപ്പൊ ഇവൻ തപ്പിയെടുത്തോണ്ട് വന്നിരിക്കുകയാണ്. അവളുടെ പിന്നാലെ തന്നെ അവളുടെ നീക്കങ്ങളും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ആളുകളെയും ഏർപ്പാട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പൊ ഏൻഷ്യൻ ആണെങ്കിൽ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടൊപ്പം ഒരു ബാറിലാണ് ഉള്ളത്. ഈ ഫ്രണ്ടിന്റെ പേര് യാലി എന്നാണ്. ഇവൾക്ക് ഇപ്പൊ ഓൾറെഡി തന്നെ ഷാവോയുടെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞു. ഇവൾക്കാണെങ്കിൽ അതിനോട് വലിയ യോജിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഫ്രണ്ടിനോട് പറയുമ്പോൾ ഇവള് നീ ഒരു കാര്യം ചെയ്യ്, പുള്ളിക്കാരനെ ഒരു ദിവസം കാണാൻ വേണ്ടി വിളിക്ക്, നമുക്ക് 2 പേർക്കും കൂടെ എന്നിട്ട് കാണാൻ പോവാം, എന്നിട്ട് ഞാൻ പറയാം ആ വ്യക്തിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന്, അപ്പൊ നീ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറയുന്നു. എന്നിട്ട് യാലി ആണെങ്കിൽ റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും 2 പേരാണെങ്കിൽ ഇവളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല യൂലിൻ പറഞ്ഞയച്ച ആളുകൾ തന്നെയാണ്. യൂലിനും ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇവനാണെങ്കിൽ അവർക്ക് സിഗ്നൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതനുസരിച്ച് അവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് ഇവളെ വന്ന് ശല്യം ചെയ്യാനായിട്ട് തുടങ്ങാണ്. നമുക്ക് ഫ്രണ്ട്സ് ആവാം, വീച്ചർ ഐഡി തരോ നമ്പർ തരോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവളെ ശല്യം ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. സോ അതൊരു ചാൻസ് ആക്കി യൂസ് ചെയ്തിട്ട് യൂലിൻ ആണെങ്കിൽ ഒരു ഹീറോയുടെ മട്ടില് അങ്ങോട്ടേക്ക് വന്ന് ഇവളെ ശല്യം ചെയ്യുന്ന ആളുകളുടെയൊക്കെ തല അടിച്ചു പൊട്ടിക്കാണ്. യഥാർത്ഥത്തിൽ ഇവൻ പറഞ്ഞതനുസരിച്ചാണ് അവരതൊക്കെ ചെയ്തത്. ഇവളുടെ മുന്നിൽ ഇവൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് വലിയ മാസ് കാണിച്ച് ഇവൻ 2 പേരെയും കൈകാര്യം ചെയ്ത് വിടാണ്.
പെൺകുട്ടികളെ ഇനി മേലാ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടൊക്കെ. എന്നിട്ട് ഇവളുടെ അടുത്ത് പുറത്തിറങ്ങുമ്പോൾ കുറച്ചുകൂടിയൊക്കെ കെയർഫുൾ ആയിരിക്കണം എന്ന് പറയാനാണ് വരുന്നത്. പക്ഷെ അതിനു മുന്നേ തന്നെ പുറകിലൂടെ വന്ന് ഇയാളെയാണെങ്കിൽ ഇവനാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് വിചാരിച്ച് ഇവന്റെ തല അടിച്ചു പൊട്ടിക്കാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഇവന്റെ എല്ലാ പ്ലാനും കൊളായി. ഇവൻ ബോധം പോയി അവിടെ വീഴുന്നു. ഏൻഷനും പെട്ടെന്ന് അത് കണ്ട് ഇയാളിനോട് എടാ ഇയാൾ എന്നെ രക്ഷപ്പെടുത്തിയതാ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഇവനിപ്പോ ഇവളുടെ വീട്ടിലാണ് ഉള്ളത്. ഇതുവരെയും ബോധം വന്നിട്ടില്ല. ഏൻഷനാണെങ്കിൽ ഇവന്റെ ശരീരത്തുള്ള ആ ഒരു മുറിവുകളൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയം തന്നെയാണ് ഇവൻ എഴുന്നേൽക്കുന്നത്. ഇവളാണെങ്കിൽ വെറുതെ ഒന്നുമല്ല ഇവനെ പിടിച്ച് കിടത്തിയിരിക്കുന്നത്. ഇവന്റെ കൈയൊക്കെ കെട്ടി വെച്ചേക്കാണ്. സോ യൂലിനും ഇവളോട് ഇതൊക്കെ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യണ്ട. നിങ്ങളെ ഇന്നലെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയതാ, പക്ഷെ നടന്നില്ല. നിങ്ങൾ എവിടെയാ താമസിക്കുന്നതെന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഫ്രണ്ടിനാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യം വന്നു. സോ ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരു സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഇങ്ങനെ ചെയ്തത്. നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ ഇന്നലെ നിങ്ങളെ സഹായിക്കാനാണ് ശ്രമിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്നോട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതിന് ക്ഷമ ചോദിക്കുകയാണ് ഇവനോട്. എന്നിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലേക്ക് പോയാൽ മതി, ഓക്കെ ആയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ റൂമിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പോകുന്നു. അതിനുശേഷം ഇവളെ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ യൂലിൻ ആണെങ്കിൽ അവിടെ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ കണ്ട് ഷോക്കായി. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ ഇവൻ വിളിക്ക്, നീയാണ് എന്നെ ഇങ്ങോട്ട് കൂടിക്കൊണ്ട് വന്നത്, കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, രക്ഷിക്കാൻ വന്നവരോട് തന്നെ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവള് അത് ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ അടുത്തേക്ക് വന്നിട്ട് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതും ഇപ്പോ ഇവളെ ഇങ്ങനെ വേഷം ചെയ്തിരിക്കുന്നതൊക്കെ ഇവനെ കറക്റ്റ് ചെയ്യാനാണ് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവള നിങ്ങൾ അനാവശ്യം പറയരുത്, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവരും എന്റെ ഡ്രസ്സ് എവിടെ, നീ അത് എവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവളെ വിചാരിച്ചത് ഇവന്റെ ഉദ്ദേശം മറ്റെന്തോ ആണ് എന്നാണ്. സോ ഇവൻ പറ്റുന്ന ഡ്രസ്സിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഇവള നിങ്ങളുടെ ഡ്രസ്സ് ബാൽക്കണിയിലുണ്ട് എന്ന് പറയുമ്പോൾ ഇവനും ഇവൾക്ക് ഫോൺ എടുത്ത് കൊടുത്തിട്ട് നിങ്ങൾ പോലീസിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വിളിച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവളെ വീണ്ടും ഇറങ്ങി പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ യൂലിനാണെങ്കിൽ അപ്പോഴും ഇവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കാണ്. സോ ഇവള് ഇനിയും നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇനി രാത്രി കാലങ്ങളിലൊന്നും അധികം പുറത്തിറങ്ങണ്ട, പിന്നെ ഇതുപോലെ കാണാൻ കൊള്ളാവുന്ന പയ്യന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തടവിലാക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അങ്ങോട്ട് കയറി വരാണ്. സോ ഇവളും പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ യൂലിൻ അല്ല ഇപ്പോ ഇങ്ങനെ ഇറങ്ങിപ്പോയാല് പുള്ളിക്കാരി എന്ത് വിചാരിക്കും, അവളോട് നീ എന്ത് പറയും എന്ന് ചോദിക്കുമ്പോൾ ഇവള് എന്തു പറയാൻ, അവൾ എന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ പോകാനായിട്ട് ഇറങ്ങുന്നു. പക്ഷെ ഇവനാണെങ്കിൽ ഇവളെ തടഞ്ഞു നിർത്താനായിട്ടാണ് വരുന്നത്. എന്നാൽ ഇവളുടെ ടവലി പിടിച്ച് വലിക്കുന്ന വഴിക്ക് അത് താഴെ വീഴാണ്. ഇവളും എന്ത് ചെയ്യണം എന്നറിയാതെ സ്റ്റക്കായി നിൽക്കാണ്. പക്ഷെ യൂലിനാണെങ്കിൽ പെട്ടെന്ന് അവന്റെ ജാക്കറ്റ് എടുത്ത് ഇവളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഇവളും ഇവനോട് ഇങ്ങനെ തന്നെ നിൽക്കണം, അനങ്ങരുത് എന്ന് പറയാണ്. അപ്പൊ ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ നീ ഇവിടെ എന്ത് ചെയ്യാ, അയാൾ പോയോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അയാൾ പോയി, ഞാൻ ഇവിടെ കുളിക്കാണ് എന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ഇവളെയും കൂട്ടിക്കൊണ്ട് വന്ന് പെട്ടെന്ന് ഷവർ ഓൺ ചെയ്തിട്ട് കുളിക്കാനായിട്ട് നിൽക്കാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഷവറുടെ ആ ഒരു കമ്പനിയിൽ അവര് കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കുകയാണ്. ഇവനാണല്ലോ ആ ഒരു കമ്പനിയുടെ സിഒ, അതുകൊണ്ട് തന്നെ അത് വലിയ വാർത്തയും കാര്യങ്ങളൊക്കെ ആയിരിക്കാണ്. പക്ഷെ അതെല്ലാം നീക്കം ചെയ്യേണ്ടത് യൂലിന്റെ ഉത്തരവാദിത്തമാണ്. ഇവൻ തന്നെയാണ് ആ ഒരു കമ്പനിയുടെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത്. ഷാവോ വെറുതെ ഗെയിം കളിച്ച് ഇരിപ്പാണ്. സോ ഇവൻ പെട്ടെന്ന് തന്നെ അവരുടെ ആളുകളോട് എത്രയും പെട്ടെന്ന് ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യണം. ആക്സിഡന്റ് സംഭവിച്ച ആളുടെ ഫാമിലിക്ക് എത്ര തുകയാണോ വേണ്ടത് ആ തുക നൽകി സെറ്റിൽ ചെയ്യണം. മീഡിയാസിന് ആവശ്യമായിട്ടുള്ള പൈസ നൽകി ഒതുക്കണം. ലോയറിന്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാണ്. പക്ഷെ ഇവനാണെങ്കിൽ അതെല്ലാം ഭയങ്കര പുച്ഛത്തോടെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂലിനോട് നീ വലിയ ആളായി പോയല്ലോ എന്ന് ചോദിക്കുമ്പോൾ യൂലിൻ നിങ്ങളുടെ ഫാമിലിയുടെ ഹോൾഡ് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്, ഞാനിതിൽ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനും അതെ പട്ടികൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് കുറയ്ക്കാറേ ഉള്ളൂ, അകത്തോട്ട് കയറ്റാറില്ല, നീ ഇപ്പോ എന്റെ ഷൂ എടുത്ത് പോളിഷ് ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞ് ഇവനെ അത് ഏൽപ്പിക്കുന്നു. അതായത് യൂലിനെ കൊണ്ട് താഴേന്ന് മുകളിൽ നിന്ന് വരെയുള്ള എല്ലാ പണി എടുപ്പിക്കും. അതായത് ഒരു ഡ്രൈവറായിട്ടും ബോഡി ഗാർഡായിട്ടും കമ്പനിയുടെ കാര്യങ്ങൾ നോക്കുന്നതിലായാലും ഇവന്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കുന്നതിലായാലും ഇവൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലായാലും എല്ലാ കാര്യങ്ങളും യൂലിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അവൻ അവിടുത്തെ അടിമയാണല്ലോ. അപ്പോഴേക്കും ഷാവോയുടെ ഫാദർ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് ഇവനെ ശകാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇപ്പോ ഒരു കേസും പുലിവാലും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. എന്നിട്ടും ഇവനാണെങ്കിൽ ഒരു കൂസലിലാണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനോട് നീയാണോ ഇവിടുത്തെ സിഒ അതോ യൂലിനാണോ, ഇങ്ങനെ പോയാല് നിന്നെ ഇവിടെ ആരെ ബഹുമാനിക്കാൻ പോകുന്നത്, നിന്റെ സ്ഥാനത്ത് ഉടനെ തന്നെ യൂലിൻ കയറിയിരിക്കും എന്ന് പറയുമ്പോൾ ഷാവോ അതിനവൻ ആരാ, സു ഫാമിലിയുടെ വേറെ ഒരു പട്ടി, എന്ത് ജോലിയും ചെയ്യുന്ന ഒരു പേടിത്തൊണ്ടൻ എന്ന് പറയുമ്പോൾ അച്ഛൻ നീ അവനെ അങ്ങനെ കുറച്ച് കാണണ്ട, അവൻ എന്തെങ്കിലും നമുക്ക് ഭീഷണിയാവോന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അവൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളില് പക കാണാൻ വഴിയുണ്ട്. അവന്റെ പാരന്റ്സിനെ ഇല്ലാതാക്കിയത് നമ്മളാണല്ലോ എന്ന് പറയുമ്പോൾ ഷാവോ അച്ഛാ അത് അച്ഛന്റെ വെറും തോന്നല് മാത്രമാണ്, അവൻ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യമില്ല. നമ്മൾ അവനുമായിട്ട് ഇനിയും ഒരുപാട് വർഷത്തെ കരാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് തീരുന്നവരെ അവൻ ഇവിടെ നിന്നേ പറ്റൂ. അവൻ ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, അവൻ അതിന് ശ്രമിക്കുകയില്ല. അത്രയ്ക്ക് പേടിത്തൊണ്ടന എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. പക്ഷെ ഇവരെ എന്നേക്കുമായിട്ട് മുട്ടുകുത്തിക്കാനുള്ള വഴികളാണ് ഇവൻ ഒരുപാട് നാളായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം ഏൻഷ്യനെ ഷാവോ വിവാഹം കഴിക്കരുത്, അതാണ് ലക്ഷ്യം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഷാവോ ആണെങ്കിൽ ഏൻഷ്യന്റെ ഫാദറിനെയും ഇവളെയും കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവർക്ക് മുന്നിൽ പക്കാ ഒരു മാന്യൻ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവൻ ബിഹേവ് ചെയ്യുന്നത്. എന്നാൽ ഇവനാണെങ്കിൽ ഒരു പെണ്ണിടന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് പെട്ടെന്ന് വരാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവൻ ഇവരോട് പറയുന്നത് എനിക്ക് കമ്പനിയിൽ ചില അർജന്റ് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്.
നിന്നത്. അത് കണ്ട് ഇവളുടെ അച്ഛനും ഇവളോട് എന്ത് നല്ല ഉത്തരവാദിത്തമുള്ള പയ്യ, ഇങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ ഇപ്പൊ വളരെ കുറവാണ്, എന്തൊരു മാന്യമായിട്ടുള്ള പെരുമാറ്റം എന്ന് പറയുമ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത് ഞാൻ ഇവനുമായിട്ട് റിലേഷൻഷിപ്പിലാവണം എന്നാണോ എന്ന് പറയുമ്പോൾ അച്ഛൻ എനിക്ക് നല്ല പേടിയുണ്ട് നീ തെറ്റായ ഒരാളെ ലൈഫിൽ ചൂസ് ചെയ്യോ എന്ന കാര്യത്തില്. അങ്ങനെ ആരെങ്കിലും എന്റെ മകള് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് യൂലിനെ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരുന്നല്ലോ. സോ ആ ഒരു കാര്യം വെച്ച് പറയുമ്പോൾ അച്ഛൻ എന്നെ ഫോളോ ചെയ്യാനായിട്ട് ആളെ വിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എനിക്ക് നീ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഒരുപാട് പ്ലോട്ട്സ് ഉണ്ട്, നീ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാതിരിക്കാൻ പറ്റോ, നീ എന്തായാലും ഷാവോയെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ബിഹേവ് ചെയ്യരുത് എന്ന കാര്യം പറയുന്നു. അതായത് മറ്റാരും പ്രണയത്തിലാവരുത് എന്നൊരു താക്കീത് അച്ഛൻ പറയാണ്. അതിനുശേഷം അച്ഛനാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് ഷാവോയായിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇന്ന്. പക്ഷേ ഇവൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തത് കൊണ്ട് തന്നെ യാലിയെയും വിളിച്ച് അവളെയും കൂട്ടിന് വിളിക്കുന്നു. മാത്രമല്ല അവന്റെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഇവരെ പിക്ക് ചെയ്യാനായിട്ട് ഷാവോ ഏർപ്പാട് ചെയ്യുന്നത് മറ്റാരുമല്ല ഇവരെ തന്നെയാണ്. അവിടെ എത്തുമ്പോഴാണ് ഇവളെയാണ് പിക്ക് ചെയ്യാൻ വന്നത് എന്ന കാര്യം ഇവൻ അറിയുന്നത്. സോ ഇവര് രണ്ടുപേരും ഒരുമിച്ച് നീയോ എന്നൊരു ചോദ്യം ചോദിക്കാണ്. അപ്പൊ അത് കണ്ട് മറ്റേ ബോഡി ഗാർഡ് അല്ല നിങ്ങൾക്ക് തമ്മിൽ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഇല്ല എന്ന് തന്നെ പറയാണ്. അതിനുശേഷം ഇവരിപ്പോ ഷാവോയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പുറത്ത് ഇവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇവള് ഫ്രണ്ടിനെയും കൂട്ടിയാണല്ലോ ചെല്ലുന്നത്, അതുകൊണ്ട് തന്നെ ഏൻഷ്യൻ യാലിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പൊ ഇവളാണെങ്കിൽ താഴെ യൂലി നിൽക്കുന്നത് കണ്ട് അത് നിങ്ങളുടെ ഡ്രൈവർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഷാവോയ്ക്ക് ആ ഒരു ചോദ്യം തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്താ നിനക്ക് അവനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് എന്ത് പറയണം എന്നറിയില്ല. അതുകൊണ്ട് തന്നെ യാലി പെട്ടെന്ന് അത് ഞങ്ങൾ മുന്നേ അവരെ പരിചയപ്പെട്ടിരുന്നു, രണ്ടുപേരും കൊള്ളാം, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ട് അവള് ചോദിച്ചത് എന്ന് പറയുമ്പോൾ ഷാവോ അവർ രണ്ടുപേരും അത്രയ്ക്കൊന്നുമില്ല, യൂലിന്റെ അച്ഛൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്റെ ഫാമിലി അവനെ ഉപേക്ഷിച്ചിട്ടില്ല, അവർക്കത് തിരിച്ചറിയാനായില്ലെങ്കിലും ഞങ്ങൾ അവനൊരു ജോലി കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷേ ഇവൾക്ക് എന്തോ കുറച്ച് സെന്റിമെന്റ്സ് അവനോട് തോന്നാണ്. എന്നാൽ അപ്പോഴേക്കും ഇവനാണെങ്കിൽ വീണ്ടും ഇവന്റെ ഒരു ഗേൾ ഫ്രണ്ട് വിളിക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അർജന്റായിട്ട് ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ, കമ്പനി കോളാണ് എന്ന് പറഞ്ഞിട്ട് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് എക്സ്ക്യൂസ് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. ആ ഒരു ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ഇവനെ വിളിച്ചിട്ട് പറയുന്നത് അവള് പ്രഗ്നന്റ് ആണ് എന്നാണ്. സോ അത് ഇവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് അബോർട്ട് ചെയ്ത് കളയാനായിട്ടാണ് അവളോട് പറയുന്നത്. അതിനുശേഷം മാത്രമേ നമ്മുടെ വിവാഹ കാര്യം അച്ഛനോട് സംസാരിക്കാൻ സാധിക്കൂ എന്നും പറയാണ്. പക്ഷെ ഇവൻ ആ ഒരു ഫോണിൽ സംസാരിച്ചിട്ട് നേരെ വരുന്നത് ഇവളുടെ അടുത്തേക്കാണ്. ഇവൾ ആ ഒരു കാര്യങ്ങൾ എല്ലാം കേട്ടു. അതുകൊണ്ട് തന്നെ ഇവനോട് കഴിഞ്ഞോ കമ്പനികള് ഏൻഷ്യനെ നിങ്ങളെ ഫ്യൂച്ചറിൽ നല്ലോണം നോക്കുമായിരിക്കും അല്ലെ, അവളെ എന്റെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ്, നിങ്ങൾ അവളെ ചതിക്കാനായിട്ട് നോക്കരുത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ ഇവളെ പിടിച്ചിട്ട് കിസ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവളെ ഇവന്റെ സൈഡിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഏൻഷ്യനോട് ഇവളെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു വിവാഹം മുടങ്ങുമല്ലോ. സോ അതുകൊണ്ട് മാത്രമല്ല ഇവനൊരു പ്ലേ ബോയ് ആണല്ലോ, കറക്റ്റ് ആയിട്ട് ഇവന്റെ ആ ഒരു വശീകരണത്തിൽ ഇവളെ വീഴുകയും ചെയ്യാണ്. സ്വന്തം സുഹൃത്തിനെ ഇവളെ ചതിക്കുന്നു. പക്ഷേ ഇവരിവിടെ കാണിക്കുന്നത് ഒന്നും തന്നെ പാവം ഇവൾ അറിയുന്നില്ല. ഇവളാണെങ്കിൽ അവൾക്ക് വേണ്ടി വീട്ടിൽ നിൽക്കാണ്. അതുപോലെ തന്നെ യൂലിനാണെങ്കിൽ ഇവളെയും നോക്കിക്കൊണ്ട് താഴെ നിൽക്കാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് യൂലിനെ ആണെങ്കിൽ ഷാവോ വിളിപ്പിച്ചിട്ട് ഇവനെ മുട്ടുകുത്തി ഇരുത്തിപ്പിച്ചിട്ട് നിനക്കറിയാലോ ഇനിയും ഞങ്ങളുടെ ഫാമിലിയായിട്ട് എത്ര വർഷത്തെ കോൺട്രാക്ട് നിനക്കുണ്ട് എന്ന കാര്യം, അതുകൊണ്ട് നിന്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഏൻഷ്യൻ എന്നോട് നിന്നെ ഡ്രൈവറായിട്ട് അവൾക്ക് കൊടുക്കോ എന്ന് ചോദിച്ചു. ഞാനും സമ്മതിച്ചു. അവളുടെ അടുത്ത് നമ്മുടെ ഒരാൾ ഉള്ളത് വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. അവളുടെ എല്ലാ നീക്കങ്ങളും എനിക്കറിയണം. അവൾ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്നു, അവളുടെ എല്ലാ മൂവ്മെന്റ്സും നീ എന്നെ അറിയിച്ചുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രൈവർ ആവാനായിട്ടുള്ള ആ ഒരു ടാസ്ക് ഇവനെ ഏൽപ്പിക്കുമ്പോൾ ഇവന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷെ പോകുന്നതിന് മുന്നേ ഷാവോ ഇവനോട് ഒരു പട്ടിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും വിശ്വസ്തതയാണ് എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അതായത് ഇതിന്റെ ഇടയിൽ കൂടി ഇവനെ പണിയരുത് എന്ന കാര്യമാണ് യൂലിനെ ഓർമ്മിപ്പിച്ചത്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇവിടെ ഒരു ഫൈറ്ററെ അറേഞ്ച് ചെയ്യാണ്. യൂലിനെ ഇവളെ ജോലിക്ക് എടുത്തല്ലോ, പക്ഷെ അവന്റെ ആ ഒരു സാമർത്ഥ്യം ഇനി ഇവളോട് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് പീഡിപ്പിക്കാനായിട്ട് ഇയാളെ അറേഞ്ച് ചെയ്യാണ്. അവനൊന്ന് പീഡിപ്പിക്കാനും ജസ്റ്റ് ഒന്ന് വരട്ടാനൊക്കെ ആയിട്ടാണ് ഇയാളെ ഏൽപ്പിക്കുന്നത്. ഇയാളും എല്ലാം ഓക്കെയാണ് മാഡം എന്ന് പറഞ്ഞിട്ട് നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ ഇവള് പിന്നീട് ആലോചിക്കുമ്പോൾ പുള്ളിയോട് അത്രയും വെറുപ്പ് കാണിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ, വെറുതെ ആളെ വിട്ട് തല്ലിപ്പിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഇവള് പെട്ടെന്ന് തന്നെ ഇവളുടെ മനസ്സ് മാറിയിട്ട് ആ ഒരു ബോക്സറെ പിടിച്ചു മാറ്റാനായിട്ടാണ് വരുന്നത്. പക്ഷെ ഇവൾ വരുമ്പോ അവിടെ ഇവന് ഒരു കുഴപ്പമില്ലാതെയാണ് നിൽക്കുന്നത്. അടികൊണ്ട് ബോധം പോയി കിടക്കുന്നത് ഇവൾ അറേഞ്ച് ചെയ്ത ആ ഒരു ഫൈറ്ററും. അത് കണ്ട് ഇവള് നല്ലോണം തന്നെ ഷോക്കാവാണ്. അപ്പൊ യൂലിൻ ഇവളോട് എനിക്ക് നിങ്ങളുടെ ഡ്രൈവർ ആവാനായിട്ട് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ഇവള് കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്ന് പറയാൻ വരുമ്പോൾ ഇവൻ നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇതിന് മുന്നേ അറിയില്ല മാഡം എന്ന് പറയുമ്പോൾ ഇവള് ഓക്കെ പറഞ്ഞിട്ട് ഇനി മുതൽ 24/7 നീ എന്റെ ഡ്രൈവർ ആയിരിക്കും, ഞാൻ എപ്പോ വിളിച്ചാലും നീ അവിടെ ഉണ്ടാവണം, എന്റെ ഡ്രൈവർ ആവുമ്പോൾ എന്റെ റൂൾസും ഫോളോ ചെയ്യണം. ഒന്നാമത്തെ റൂള് മൊത്തത്തിൽ അനുസരണയുള്ള ഒരു വ്യക്തി ആയിരിക്കണം. 2 എപ്പോഴൊക്കെ എനിക്ക് നിന്നെ ആവശ്യമാണോ 10 മിനിറ്റിനകം കറക്റ്റ് ഞാനുള്ള സ്ഥലത്ത് എവിടെ ആയാലും എത്തിയിരിക്കണം. മൂന്നാമത്തെ റൂള് എന്ന് പറഞ്ഞിട്ട് ഇവളെ ആലോചിച്ചിട്ട് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ അത് തീരുമാനിച്ചിട്ട് പറയുന്നതായിരിക്കും. തൽക്കാലം 2 ഫോളോ ചെയ്താൽ മതി. എന്തായാലും ഇന്ന് മുതൽ നീ എന്റെ കൺട്രോളിലായിരിക്കും ഉണ്ടായിരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ആ താക്കോല് ഇവനെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇവനെ നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവനുള്ള യൂണിഫോം അറേഞ്ച് ചെയ്യാനായിട്ടാണ്. ഇവള് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇവന് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇവനാണെങ്കിൽ അത് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് റൂൾ ഇവളെ കൊടുത്തിരിക്കുന്നത് ഇവളെ ഫുൾ ആയിട്ട് അനുസരിക്കുക എന്നുള്ളതാണല്ലോ. സോ ഇവനും അത് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നു. എന്നാൽ ഇവളും അവന്റെ പിന്നാലെ തന്നെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു ചെല്ലാണ്. അപ്പൊ ഇവൻ മാഡം കഴിഞ്ഞിട്ടില്ല, ഡ്രൈവറിന് കുറച്ച് പ്രൈവസി ഒക്കെ ആവാം,
അത് വളരെ അത്യാവശ്യമാണ് എന്ന് പറയുമ്പോൾ ഇവള് അത് സാരമില്ല, ഞാൻ ഒന്നും കാണാത്ത പോലെ നിന്നോളാം, ചില ആളുകളെ പോലെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുന്നത്തെ ഇൻസിഡന്റ് എടുത്തിട്ടാണ്. സോ ഇവനും റിവഞ്ച് ആണല്ലേ എന്ന് പറഞ്ഞിട്ട് ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ ഇവളാണെങ്കിൽ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കാണ്. അപ്പൊ ഇവൻ എനിക്ക് പാന്റ് മാറ്റണം എന്ന് പറയുമ്പോൾ ഇവള് അതും അവളുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാനായിട്ട് പറയുന്നു. അപ്പൊ ഇവൻ ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഉറപ്പാണ് എന്ന് പറയുന്നു. പക്ഷെ അവനത് അഴിക്കാനായിട്ട് വരുമ്പോൾ ഇവളാണെങ്കിൽ പെട്ടെന്ന് കണ്ണുവെത്താണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഇവളെ അകത്തേക്ക് പിടിച്ചിട്ട് എന്താ കാണണ്ടേ, കണ്ടിട്ട് പോയാൽ മതി, ഇനി ഞാൻ കാണിച്ചില്ലെന്ന് പറയരുത്, കണ്ണു തുറക്ക് എന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ ഇവള് വിചാരിക്കുന്നത് ഇവൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിനക്ക് അവസാനത്തെ വാണിംഗ് തരാം, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പുറത്ത് വന്നിട്ട് മാഡം കഴിഞ്ഞു എന്ന് പറയാണ്. സോ ഇവള് നോക്കുന്ന സമയത്ത് അവിടെ ആരും തന്നെ ഇവളുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഇവളും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആ ഒരു ഡ്രസ്സ് ഇവനും ട്രൈ ചെയ്തിട്ട് നിൽക്കാണ്. ഇവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. സത്യത്തില് ഇവൾക്ക് ഓൾറെഡി തന്നെ ഇവനോട് ഫീലിംഗ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇവനെ തന്നെ ഇവളെ പേഴ്സണൽ ഡ്രൈവർ ആക്കിയതും. അതിനുശേഷം ഇവളാണെങ്കിൽ ഇപ്പോ ഇവളെ അച്ഛൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവരുടെ ബോർഡ് മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. സോ അച്ഛൻ വിളിപ്പിച്ചേക്കുന്നത് ഇയാളുടെ ഷെയർ എല്ലാം തന്നെ ഇവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടാണ്. അതായത് ഇവളാണ് ഇനി ഇവരുടെ കമ്പനിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ പോകുന്നത്. പക്ഷെ അത് കേട്ട് ഇവൾ നന്നായിട്ട് ഷോക്കാവാണ്. കാരണം ഇവൾക്ക് ഒരു മുന്നറിയിപ്പും അച്ഛൻ കൊടുത്തിട്ടില്ല. വളരെ പെട്ടെന്നാണ് ഒരു വലിയ ദൗത്യം ഇവളുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്നത്. അച്ഛന് വയസ്സായി, ഇനിയും ഭാരം ഒന്നും കൊണ്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. സോ അതിനുശേഷം മുതൽ ഇവള് ഭയങ്കര ബിസിയാവാണ്. ഓരോരുത്തരെ കാണാൻ പോകണം, മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം, പുതിയ പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം, എല്ലാത്തിലും ഇവളുടെ ശ്രദ്ധ എത്തണം. പക്ഷെ ഇവളെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് യൂലിനും ഉണ്ട്. അവന് ഷാവോയുടെ കമ്പനിയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ളതാണല്ലോ. അതുകൊണ്ട് ഇവൾക്ക് തന്നെ സ്വയം തോന്നുന്നത് ഇവള് ഇവിടുത്തെ സിഇഒ ആണെങ്കിലും ഇവൾക്ക് ഇവനെ കാണുമ്പോഴെല്ലാം ഇവനാണ് ഇവിടുത്തെ സിഇഒ എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് ഇവൻ ആ ഒരു കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അതിനുശേഷം ഇവൾക്കാണെങ്കിൽ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതായിട്ടുണ്ട്. പക്ഷെ ഇവള് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതെന്താണ് എന്ന് യൂലിൻ ഇവളോട് ചോദിക്കുമ്പോൾ ഇവള് അവിടെ ഒരുപാട് പണക്കാർ വരുന്നുണ്ട്, എല്ലാവരും ഫേക്കാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എല്ലാവരും ചിരിച്ചു നിൽക്കുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കാല് വരെ പിടിച്ചെന്ന് വരും, അവിടെ നിനക്കും ഒരു റെസ്പെക്റ്റും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവന് പെട്ടെന്ന് ഇവന്റെ അച്ഛൻ ആ ഒരു ഷാവോയുടെ ഫാദറിന്റെ കാല് പിടിച്ച കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഇവർക്ക് പൈസ ഇല്ലാത്തതിന്റെ പേരിലാണല്ലോ ആ ഒരു ഫാമിലി ഇവനെ അത്രയും ടോർച്ചർ ചെയ്തത്. വേറെ ഒരു കോമാളിയായിട്ട് ഇവന്റെ അച്ഛനെ കണ്ടതൊക്കെ ഇവൾ അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് ഇവന് അതാണ് ഓർമ്മ വരുന്നത് മനസ്സിലേക്ക്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇറങ്ങി പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവളുടെ കാല് നല്ലോണം മുറിഞ്ഞിരിക്കുകയാണ് ആ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട്. അതുകൊണ്ട് തന്നെ ഇവള് നടക്കാൻ വയ്യാതെയാണ് നടന്നു പോകുന്നത്. പക്ഷെ ആ ഒരു കാര്യം യൂലിൻ ശ്രദ്ധിച്ചിട്ട് ഇവളെ എടുത്തിട്ടാണ് അകത്ത് കൊണ്ടുപോയി ആക്കുന്നത്. എന്നിട്ട് അവളെ ആക്കിയിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഇവളോട് മാഡം, എല്ലാ വ്യക്തികളും പണക്കാരുടെ കാല് പിടിക്കുന്നത് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കില്ല, പൈസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ചിലപ്പോ അവരുടെ ലൈഫിലെ ഏറ്റവും മോശം അവസ്ഥയിൽ നിന്നിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് പോവാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നു. അവനെ തരം താഴ്ത്തുന്ന രീതിയിലല്ലല്ലോ സംസാരിച്ചത്. എന്നാൽ അതിനുശേഷം ഇവളാണെങ്കിൽ ഇവളുടെ സെക്രട്ടറി വിളിച്ചിട്ട് നാളെ ബോർഡ് മെമ്പേഴ്സ് ആയിട്ട് ഒരു പ്രപ്പോസൽ ഉള്ളതാണ്, അത് റെഡി ആകണം എന്ന് പറയാണ്. പക്ഷെ അപ്പോഴാണ് ഇവളുടെ ലാപ്ടോപ്പ് കാറിലാണ് എന്ന കാര്യം ആലോചിക്കുന്നത്. ഉടനെ തന്നെ യൂണിനെ വിളിച്ച് ആ ഒരു കാര്യം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവനും ഇവൾക്ക് ലാപ്ടോപ്പ് എത്തിച്ചു കൊടുക്കാണ്. അതിനുശേഷം ഇവളാണെങ്കിൽ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ ഇവളെ നോക്കുമ്പോൾ യൂലിനാണെങ്കിൽ അപ്പോഴും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഇവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അവൻ അവിടെ തന്നെ നിൽക്കാണ്. ഇവളാണെങ്കിൽ ഇവൻ ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് ഇവനും കാണുന്നു. പക്ഷെ അവൻ കാണുമ്പോൾ പെട്ടെന്നാണെങ്കിൽ ഇവളെ കട്ടം പിടിച്ച് അടയ്ക്കാണ്. ഇവൾക്കാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് അവനോടുള്ള ഫീലിംഗ്സ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം ഇവളെ പറ്റിയെന്ന് ആ ഒരു പ്രപ്പോസലും കാര്യങ്ങളൊക്കെ പറ്റിയെന്ന് ബോർഡ് മെമ്പേഴ്സിനോട് അവതരിപ്പിക്കുമ്പോൾ ഇവർക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അവരവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ യൂലിൻ കേൾക്കുന്നുണ്ട്. കാരണം ആ ഒരു ഓഫീസിൽ അവൻ ഓൾറെഡി തന്നെ എന്തോ ചിപ്പോ കാര്യങ്ങളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡ് മെമ്പേഴ്സ് ഇങ്ങനെയാണ് ഇവളോട് പറയുന്നത്, നിങ്ങൾ ചെയർമാൻ ആയിരിക്കും, അതില് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രവൃത്തികൾ അങ്ങോട്ട് ഒട്ടും തന്നെ ശരിയാവുന്നില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഇവരിപ്പോ ആഗ്രഹിക്കുന്നത് ഇവളുടെ ആ ഒരു ചെയർമാൻ സ്ഥാനത്തേക്ക് വരാനായിട്ടാണ്. ഇവരിൽ ആരെങ്കിലും ഒരാളെ ഇവളുടെ സ്ഥാനത്തേക്ക് ആക്കണം എന്നാണ് പറയുന്നത്. ഇവളെ ചെയർമാനായിട്ട് ഇരിക്കുന്നതിനോട് ഇവർക്ക് യോജിപ്പില്ല. പക്ഷെ ഇവരിപ്പോ ഇങ്ങനെ പറയുന്നതിന് കാരണം യൂലിനാണ്. ഈ 3 ഷെയർ ഹോൾഡർമാരെയും യൂലിൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരോട് ഒരു കമ്പനി വിട്ടു പോകാനായിട്ടാണ് പറയുന്നത്, എന്തെങ്കിലും റീസൺ പറഞ്ഞിട്ട്. പക്ഷെ ഇവൻ എന്തിനാണ് ഇവരോട് ഇങ്ങനെ പറയുന്നത് എന്നറിയില്ല. സോ യൂലിൻ പറഞ്ഞത് പ്രകാരമാണ് ഇവര് ഇപ്പോ ഇങ്ങനത്തെ കാര്യം ഇവളോട് ആവശ്യപ്പെടുന്നത്. ഇവൾക്കൊരിക്കലും ആ ഒരു ചെയർമാൻ സ്ഥാനം ഇവർക്ക് ആർക്കും നൽകാൻ പറ്റില്ല. സോ അതും പറഞ്ഞ് ഇവരുടെ ഷെയർ ഇവളെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് അവര് ശ്രമിക്കുന്നത്. ഈ ഷെയർ ഹോൾഡർമാരെ യൂലിനാണെങ്കിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതിനുശേഷം ഇവളാണെങ്കിൽ ഇവളുടെ അച്ഛനോട് വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നു. കുറെ ചെന്നായ്ക്കളുടെ ഇടയ്ക്ക് അച്ഛനെ ഇട്ടുകൊടുത്തത്, ഞാനിപ്പോ ഇതിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇവളോട് ഇതിന്റെ പിന്നില് ആരോ കളിക്കുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്, അല്ലാത്ത പക്ഷം അവർ ഒരിക്കലും നമുക്കെതിരെ തിരിയില്ല എന്ന കാര്യം പറയുന്നു. അതുമാത്രമല്ല ഇദ്ദേഹം ഇവളുടെ ഡ്രൈവറെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് അവനൊരു സാധാരണക്കാരനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ നല്ല രീതിയിൽ പഠിക്കുന്ന ഉയർന്ന മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പകുതിയിൽ വെച്ച് അവൻ അവന്റെ പഠിത്തം അവസാനിപ്പിച്ചു. ഷാവോയുടെ കമ്പനി ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചതിന്റെ പകുതി പരിശ്രമം അവന്റെ തന്നെയാണ്. അതുമാത്രമല്ല അവൻ അവരുമായിട്ട് 80 വർഷത്തെ കരാറാണ് ഒപ്പിട്ടേക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൾ അത് കേട്ട് ഷോക്കാവുന്നു. ഇവൾ ഇപ്പോഴാണല്ലോ ആ ഒരു കാര്യം അറിയുന്നത്. അവൻ ഒരുപാട് ത്യാഗവും അപമാനവും സഹിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു ഫാമിലി കാരണം. പക്ഷെ ഇന്നും അവൻ ആ ഫാമിലിയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ ഇതിന്റെയൊക്കെ പിറകില് എല്ലാ നീക്കങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവന്റെ ഉള്ളില് ഒരുപാട് രഹസ്യങ്ങളും ഉണ്ട്, അണയാത്തൊരു തീയും കിടപ്പുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഷാവോയുടെ ഒരു ഗേൾ ഫ്രണ്ട് പ്രഗ്നന്റ് ആയിരുന്നല്ലോ, ആ ഒരു പെണ്ണാണെങ്കിൽ ഇപ്പൊ ഇവനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം ഇവനിപ്പോ ഫുൾ ആയിട്ട് ഇവളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാവോ എൻഷനെ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇവളും ഇപ്പൊ എത്തിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഇവനോട് വന്ന് നീ ശരിക്കും വിവാഹം കഴിക്കാൻ പോവാണോ? അതുകൊണ്ടാണ് നിനക്ക് എന്നെ വേണ്ടതായത്, നിന്റെ കുട്ടിയെ നശിപ്പിക്കാനായിട്ട് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ ഇവളോട് ഇത് എന്റെ ഫാമിലി അറേഞ്ച് ചെയ്തതാണ്, അല്ലാത്ത പക്ഷം ഞാൻ നിന്നെ മാത്രമേ ചൂസ് ചെയ്യുള്ളായിരുന്നു എന്ന് പറയുമ്പോൾ ഇവള് അപ്പോ നീ എന്തായാലും അവളെ കല്യാണം കഴിക്കില്ലല്ലോ, എന്നെ തന്നെയല്ലേ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഇവളെ കൂളാക്കാൻ വേണ്ടി തീർച്ചയായും എന്ന് പറഞ്ഞിട്ട് ഇവളെ വീണ്ടും വശീകരിച്ചെടുക്കാണ്. അവൾ ഇതിന്റെ ഇടയിലോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ടാണ് ഇവൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഏൻഷ്യന്റെ കമ്പനിയിലാണെങ്കിൽ ഇവൾ ആ ഒരു ചെയർമാൻ സ്ഥാനം മാറാത്തത് കൊണ്ട് തന്നെ യൂലിൻ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ ആ ഒരു ബോർഡ് മെമ്പേഴ്സ് അവരുടെ ഷെയർ എല്ലാം തന്നെ ഇവൾക്ക് വിറ്റിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കമ്പനിക്ക് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചെലവായിട്ടുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവനോട് ഇപ്പോ കമ്പനി ഷെയർ എല്ലാം എന്റെ കയ്യിൽ മാത്രമാണുള്ളത് എന്ന് പറയുമ്പോൾ ഇവൻ ഒന്നും അറിയാത്ത പോലെ ഇവളോട് കൺഗ്രാചുലേഷൻ പറയുന്നു. അപ്പൊ ഇവള് ഇതൊന്നും നിന്നെ ബാധിക്കുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതൊക്കെ എങ്ങനെയാണ് മാഡം എന്നെ ബാധിക്കുന്നത്, ഞാൻ ഇവിടുത്തെ വേറൊരു ഡ്രൈവർ അല്ലേ, കമ്പനി മാറ്റേഴ്സ് ഒന്നും എന്നെ ബാധിക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവനെ പിടിച്ചിട്ട് നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഇവൻ ഞാനൊന്നും മറക്കുന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കറക്റ്റ് ഈ ഷാവോടെ ആ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ട് പെട്ടെന്ന് ഏൻഷ്യന്റെ മുഖത്തേക്ക് ഒരു ആസിഡ് ആണെങ്കിൽ എടുത്ത് ഒഴിക്കാനായിട്ട് വരുന്നു. പക്ഷേ യൂലിനാണെങ്കിൽ പെട്ടെന്ന് അവളുടെ ഫേസ് കവർ ചെയ്ത് ഇവനാണെങ്കിൽ കൈയെടുത്ത് പിടിക്കാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിലേക്കാണ് അത് വന്ന് വീഴുന്നത്. അവളെ രക്ഷപ്പെടുത്തുന്ന വഴിക്ക് ഇവന്റെ കയ്യിൽ നല്ലോണം തന്നെ മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കുകയാണ്. ഇവള് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ അവനെ കെട്ടിക്കൊടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ഷാവോ അങ്ങോട്ടേക്ക് എത്തി ഇവളോട് വളരെ സ്നേഹത്തില് ഏൻഷ്യൻ നിനക്ക് എന്തെങ്കിലും പറ്റിയോ, ആരാ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ എനിക്കറിയില്ല, ഒരു പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വന്ന് പെട്ടെന്ന് ആസിഡ് ആക്രമണം നടത്തുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്ന് യൂലിനെ തല്ലാണ്. ഇവൻ ഏൻഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് കണ്ട് ഷോക്കായി ഇവള് നിങ്ങൾ എന്തിനാ ഇവനെ തല്ലുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഷാവോ ആണെങ്കിൽ യൂലിനോട് പുറത്തേക്ക് പോകാനായിട്ട് പറയുന്നു. അവനും അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ഇവൾക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു പെണ്ണ് ഇവൾക്ക് നേരെ ആക്രമണം നടത്തിയത് ഷാവോ ഇവളെ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്ന വാർത്തകളൊക്കെ അവൾ അറിഞ്ഞിരുന്നല്ലോ. സോ അതുകൊണ്ടാണ് ഷാവോ ആണെങ്കിൽ ഇവനെ തല്ലിയെങ്കിലും ഇവനത് വലിയ പുത്തിരിയൊന്നുമല്ല. പക്ഷെ ഏൻഷ്യന്റെ മുന്നിൽ വെച്ച് ആയതുകൊണ്ട് അത് ഇവനെ കുറിച്ച് ഡിസ്റ്റർബ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഇവളാണെങ്കിൽ അച്ഛൻ വിളിച്ചിട്ട് ഷാവോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു മോളെ, നമുക്ക് ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അച്ഛാ എന്റെ ഫോൺ ഇപ്പോ ഓഫ്, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കെട്ടിയാണ്. ഇവളിപ്പോ അവനെ നല്ലോണം വെറുക്കുന്നുണ്ട്. കാരണം ഇവളുടെ മുന്നിൽ വെച്ചാണല്ലോ യൂലിനെ തല്ലിയത്. അത് ഇവൾക്ക് ഒട്ടും തന്നെ സഹിച്ചിട്ടില്ല. പക്ഷെ ഇവളുടെ അച്ഛൻ ഇവളോട് പറഞ്ഞിരുന്നല്ലോ നീ തെറ്റായ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് ഇല്ല എന്ന കാര്യം. പക്ഷെ ഇവൾക്കറിയാം യൂലിൻ ഒരു മോശം വ്യക്തിയല്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവളുടെ മുന്നിൽ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഉള്ളത്, ഒന്ന് ഷാവോയും മറ്റേത് യൂലിനും. സോ ഇവളിപ്പോ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി അവസാനിക്കുന്നത് വലത്തെ കാലിലാണെങ്കിൽ അച്ഛൻ പറഞ്ഞത് ശരിയായിരിക്കും, ഇവളുടെ തീരുമാനം തെറ്റായിരിക്കും. അതായത് ഇവളെ യൂലിനെ സെലക്ട് ചെയ്യുന്നത് തെറ്റായിരിക്കും എന്ന് തീരുമാനിച്ചിട്ടാണ് ഇവളെ ആ ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത്. ലാസ്റ്റ് ഏത് കാലാണ് വെക്കുന്നത് എന്ന് നോക്കാനായിട്ട് കറക്റ്റ് ഇവളെ ലാസ്റ്റ് വെക്കുന്നത് റൈറ്റ് ആണ്. പക്ഷെ ഇവൾക്ക് അത് വെക്കുന്നതിനോട് ഒരു താല്പര്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവൾ അവിടെ വെച്ച് കാല് മാറ്റി ഇടത്തേ കാലാണ് സെലക്ട് ചെയ്യുന്നത്, അതായത് യൂലിനെ. എന്നിട്ട് ഇവളെ മൈൻഡ് വൈസില് അച്ഛാ സോറി എനിക്ക് എന്നോട് തന്നെ കള്ളം പറയാനാവുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഇവനാണെങ്കിൽ ഇവന്റെ ആ ഒരു ദേഷ്യം ഫുൾ ഇവിടെ വന്ന് തീർത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയ്ക്കൂടെ ഇവൻ മറ്റൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു പെണ്ണിനെ വന്ന് കണ്ടിട്ട് നിന്നെ അവൻ ഒരിക്കലും വിവാഹം കഴിക്കാൻ പോകുന്നില്ല, അവൻ നിന്നെ പറ്റിക്കാണ്, ഒന്നെങ്കിൽ നിനക്ക് പണം വേണം അല്ലെങ്കിൽ പവർ വേണം, അല്ലാത്ത പക്ഷം അവൻ നിന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൾ അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ഷാവോയെ വിളിച്ചിട്ട് ഇവളെ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിക്കാണ്. അപ്പോൾ അവനാണെങ്കിൽ എടുത്ത വായിലെ പറയുന്നത് അവള് ഇനി എന്റെ ലൈഫിൽ ഉണ്ടാവരുത്, അവളെ അങ്ങ് തീർത്തേക്കാൻ പറയാണ്. അപ്പോൾ അത് കേട്ട യൂലിൻ സർ അവള് പ്രഗ്നന്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാവോ അതൊന്നും നോക്കണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട, അവളെ കൊന്നു തള്ളിയേക്കാനായിട്ടാണ് പറയുന്നത്. അത് കേട്ട് ഇവൾക്ക് ഇവളോട് തന്നെ പുച്ഛം തോന്നാണ്. ആ ഒരു സമയത്ത് അവന്റെ ആ ഒരു തനി സ്വഭാവം ഇവൾക്ക് മനസ്സിലാവുന്നു. ഇവൻ അടുത്ത് നിൽപ്പുണ്ട് എന്ന കാര്യം അറിയിക്കാതെയാണ് യൂലിൻ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. സോ ഫോൺ വെച്ചിട്ട് ഇവൻ ഇവളോട് നിനക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവനും ഇവനോടൊപ്പം സഹകരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവന് ഇന്ന് ജോലിയൊന്നുമില്ല. പക്ഷെ ഇവളാണെങ്കിൽ വിളിപ്പിച്ചിട്ട് ഇന്ന് ഓഫാണ് എന്ന് പറയുമ്പോൾ ഇവൻ പിന്നെ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് താങ്ക്സ് പറയാണ്, ഇന്നലെ നീ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ ഇന്നിങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രത്യേകമായിട്ട് ഒരു 5 മില്യന്റെ കാർഡ് ഇവന് എടുത്തു കൊടുക്കാണ്. അപ്പോൾ അത് കണ്ട് ഇവൻ എനിക്ക് ഇത്രയും വിലയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇവൻ ആ ഒരു കാർഡ് അവിടെ തന്നെ എറിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പകരം തരാൻ പറ്റോ എന്ന് ചോദിച്ച് ഇവളെ ഒന്ന് വട്ടാക്കിയിട്ട് ഇന്ന് ജോലിയില്ലാതെ സ്ഥിതിക്ക് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും തന്നെ സ്വീകരിക്കാതെ അവനോട് നിന്ന് പോവാണ്. പക്ഷെ അതിനുശേഷം ഇവളാണെങ്കിൽ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവളെ കുറച്ച് പേരെ തട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവള് ശമ്പളം കൊടുക്കാതെ എന്തോ കാര്യത്തിന് പിടിച്ചുകൊണ്ട് വന്നു എന്നാണ് അവർ പറയുന്നത്. ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പൊ കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ അവർ മാറി നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവളെ കേൾക്കുന്നു. അതായത് ഇവള് മറ്റൊരാളുടെ പുരുഷനെയാണ് തട്ടിയെടുത്തത് എന്ന് പറയുമ്പോൾ അടുത്തയാള് അതെങ്ങനെയാ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇയാള് ആ ഒരു ഷാവോ എന്ന് പറയുന്ന വ്യക്തി പ്രഗ്നന്റ് ആയ അവന്റെ ഗേൾ ഫ്രണ്ടിനെ ഉപേക്ഷിച്ചാണ് ഒരു പണക്കാരിയെ കിട്ടിയപ്പോ ഇവളുടെ പിറകെ വന്നത്. ഇവളും അവനെ തട്ടിയെടുത്തതാണ്, പാവം ആ പെൺകുട്ടിയുടെ ജീവിതം തുലച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് ഇവളെ കേൾക്കാണ്. അപ്പോഴാണ് ഇവൾക്കും ആ ഒരു ആസിഡ് ഇവളുടെ മുഖത്ത് ഒഴിക്കാനായിട്ട് ശ്രമിച്ച പെൺകുട്ടി ആ വ്യക്തിയായിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നത്. എന്നാൽ അപ്പോഴേക്കും കറക്റ്റ് യൂലിനാണെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുകയാണ്. എന്നിട്ട് അവരെല്ലാം അടിച്ചൊതുക്കിയിട്ട് ഇവളുടെ അടുത്തേക്ക് വന്ന് സോറി മാഡം ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് എത്തുന്നു. പക്ഷെ അവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ ഹഗ് ചെയ്യാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകളെ ഏർപ്പാട് ചെയ്തത് ഇവൻ തന്നെയാണ്, ഇവൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇവൻ അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് മാഡം നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിക്കാനായിട്ട് പോയോ, ആരാ
എന്തിനാണല്ലേ പിടിച്ചോണ്ട് പോയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് എനിക്കറിയില്ല, പക്ഷെ ഷാവോയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ യൂലിൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. മാഡം റെസ്റ്റ് എടുക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവനെ തടഞ്ഞിട്ട് പോണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇവൻ ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ കിസ് ചെയ്യാണ്. ഇവള് അന്ന് മൂന്നാമത് റൂള് പറഞ്ഞില്ലായിരുന്നല്ലോ, അതിപ്പോ ഇവനോട് പറയാണ് ഒരിക്കലും എന്നെ വിട്ടിട്ട് പോകാൻ പാടില്ല എന്ന കാര്യം. സോ അത് കിട്ടി പെട്ടെന്ന് ഇവനും ഇവളെ കിസ് ചെയ്യാണ്. അവര് ഒന്നിച്ച് അന്ന് ചെലവിടുന്നു. അപ്പോൾ ഇവനോട് എനിക്ക് തന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ മുതലേ തന്നെ എനിക്ക് എന്റെ ഹൃദയം കൺട്രോൾ ചെയ്യാനേ ആയില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് അതെന്റെ തോന്നലായിരിക്കും എന്നാണ്. പക്ഷെ പിന്നീടാണ് അതൊന്നും എന്റെ തോന്നലല്ല എന്ന് മനസ്സിലായത് എന്ന് പറയുമ്പോൾ ഇവൻ ഞാൻ നിന്നെ ചതിക്കില്ലെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അങ്ങനെയാണെങ്കിൽ ലൈഫ് ടൈം ചതിച്ചേക്ക്, ഒരിക്കലും ഉണരാത്തൊരു സ്വപ്നം പോലെ ഇതുപോലെ നിന്നോടൊപ്പം ഉണ്ടായാൽ മതി എന്ന് പറയുമ്പോൾ ഇവനും മൈൻഡ് വോയിസിൽ ഇവളെ ഇപ്പോൾ ഇവനും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഇവന്റെ പ്രതികാരം വീട്ടാനുള്ള ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവൻ ഇതെല്ലാം ചെയ്തത്. അതായത് ഇവന്റെ ആ ഒരു പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇവളെ യൂസ് ചെയ്തത്. പക്ഷെ ഇവനും ഇപ്പോൾ ഇവളോട് പ്രണയം തോന്നുന്നത് കൊണ്ട് തന്നെ ഇവളോടൊപ്പമുള്ള ആ ഒരു ലൈഫ് തന്നെയാണ് ഇവനും ആഗ്രഹിക്കുന്നത്. അതിനുശേഷം ഇവളാണെങ്കിൽ അച്ഛനോട് വന്ന് ഷാവോയുടെ സ്വഭാവ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്ന് അവൻ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഫാമിലിയെ ചതിക്കാൻ നോക്കും, ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിക്കാം എന്ന് പറയുമ്പോൾ ഇവള് അച്ഛാ വേണ്ട, അച്ഛനോട് ഞാൻ ഇതൊക്കെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അച്ഛൻ എന്നെ പ്രഷർ ചെയ്യുന്ന കാര്യം നിർത്തണം, അവന് വിവാഹം കഴിക്കുന്ന കാര്യത്തില്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ സീക്രട്ട് ആയിട്ട് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ അച്ഛനും അത് കേട്ട് ഞാൻ എന്തായാലും ഇതിനെപ്പറ്റി അന്വേഷിക്കും, ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവര് നമ്മളെ ചതിക്കായിരുന്നു എന്ന കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഒരിക്കലും അവനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് ഫോഴ്സ് ചെയ്യില്ല, അവരുമായിട്ട് ബിസിനസ്സും ചെയ്യാൻ പോകുന്നില്ല എന്ന കാര്യം പറയുന്നു. അതിനുശേഷം ഇവരാണെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് വളരെ സീക്രട്ട് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ഷാവോ ആണെങ്കിൽ ഏൻഷ്യനെ കാണാൻ വേണ്ടി ഇവളുടെ വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ അവിടുത്തെ സെർവന്റ് ആണെങ്കിൽ ഇവനെ അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ഞാൻ മിസ്റ്റർ ഷാവോയാണ്, ഷാവോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ഈ ഒരു ലേഡി മാഡം നിങ്ങളുടെ പേര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അകത്തേക്ക് കയറ്റി വിടാനാവില്ല എന്ന് പറഞ്ഞ് ഇവനെ പുറത്താക്കുകയാണ്. പക്ഷെ അതിനുശേഷം ഇവനാണെങ്കിൽ ഇവളെ കിടന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇവളെ ഫോൺ എടുക്കുന്നില്ല. സോ ഇവളെ ഫോൺ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇവനിപ്പോ നേരിട്ട് ഇവളെ കാണാൻ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല, നീ കാണിക്കുന്നതൊന്നും മറ്റാരും അറിയില്ലെന്നാണ് നീ വിചാരിക്കുന്നത്, നീ പ്രഗ്നന്റ് ആക്കിയ ഒരു പെൺകുട്ടിയാണ് എന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ ഇവൻ ഏൻഷ്യൻ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, എനിക്ക് അവളുമായിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൻ പറയുന്നത് ഒന്നും കേൾക്കാൻ തയ്യാറാവാതെ കാറിലേക്ക് കയറുന്നു. എന്നിട്ട് യൂലിനോട് വണ്ടി എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഇവനാണെങ്കിൽ ഒന്നും ചെയ്യാനാവുന്നില്ല. ഉടനെ തന്നെ ഷാവോയും ഇവൻ എന്റെ സ്റ്റാഫാണ്, ഞാൻ പറയുന്നത് ഇവൻ കേൾക്കും എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ പുറത്തിറങ്ങിയിട്ട് നീ പറയുന്ന വില ഞാൻ തരും, ഞാൻ ഇവനെ വാങ്ങിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ വീണ്ടും ഇവളെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നു. പക്ഷെ ഇവളെ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യൂലിനോട് ഇവളെ വീട്ടിലാക്കിയിട്ട് നീ കമ്പനിയിലേക്ക് വരാനായിട്ട് പറയുന്നു. സോ അവനും അവളെയും കൂടി അവിടെ നിന്ന് പോകുന്നു. പക്ഷെ യൂലിനാണെങ്കിൽ ഇവളുടെ സൈഡിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെ ഇവളിപ്പോ വലിയ ദേഷ്യത്തിലാണ്. ഇവൻ എത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവളെ കേൾക്കുന്നില്ല. നീ എന്തിനാ ഇപ്പോഴും അവന്റെ വാക്ക് കേൾക്കുന്നത്, നിനക്ക് ഒന്ന് തിരിച്ച് പ്രതികരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഞാൻ അവരുമായിട്ട് വെച്ചിരിക്കുന്ന കരാർ ഇതുവരെ തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവള് ഞാൻ അതിന് എത്ര വേണമെങ്കിലും പേ ചെയ്യാൻ തയ്യാറാണ്, ആ കരാർ ഇല്ലാതാക്കാം, എത്ര ജോലി ആണെങ്കിലും ഞാൻ തന്നേക്കാം എന്ന് പറയുമ്പോൾ ഇവളോട് ഇത് പൈസയുടെ കാര്യമല്ല എന്ന് പറഞ്ഞ് ഇവൻ ഇവളെ സമീപിച്ചത് തന്നെ ആ ഒരു ഫാമിലിയെ പരാജയപ്പെടുത്താനാണല്ലോ. പക്ഷെ ഇവൻ ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പൊ ഇവളോട് തുറന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ദേഷ്യം വന്ന് ഓരോന്ന് പറയുമ്പോൾ ഇവനും നിനക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വസ്തു മാത്രമാണ് ഞാൻ, നീ പൈസ കൊടുത്ത് എന്തും വാങ്ങിക്കാന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചല്ല ഇവനോട് ആ ഒരു കാര്യം പറഞ്ഞത്. അപ്പോഴേക്കും ഷാവോയുടെ കോൾ ഇവന് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിച്ചിട്ട് പോലും നിൽക്കാതെ അവനോട് നിന്ന് പോവാണ്. ഷാവോ ഇപ്പൊ ഇവനെ വിളിപ്പിച്ചേക്കുന്നത് ഏൻഷ്യന്റെ എല്ലാ നീക്കങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ യൂലിനെ ഷാവോ ഏർപ്പാട് ചെയ്തത്. സോ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ കാര്യം എങ്ങനെയാണ് അവളുടെ അടുത്ത് എത്തിയത് എന്ന് ചോദിക്കുമ്പോൾ യൂലിനാണെങ്കിൽ തനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവനാണെങ്കിൽ ഇവനെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം നേരെ ചൊവ്വേ ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലോണം തല്ലാനായിട്ട് തുടങ്ങുകയാണ്. ഇവന്റെ ദേഷ്യം തീരുന്നത് വരെ താറുമാറ യൂലിനെ തല്ലുന്നു. പക്ഷെ അപ്പോഴെല്ലാം തന്നെ ഇവന്റെ മനസ്സിൽ പക കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവൻ ഏൻഷ്യന്റെ കമ്പനിയുടെ സ്വത്തുക്കളെ എല്ലാം തന്നെ ആ ഒരു ബോർഡ് മെമ്പേഴ്സിനെ കൊണ്ട് തിരിച്ച് അവൾക്ക് തന്നെ കൊടുത്തിരുന്നല്ലോ. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫാമിലി ആ ഒരു കമ്പനി വിലക്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ അത് ചെയ്തില്ലെങ്കിൽ ഇവരത് ചെയ്യുമെന്ന് ഇവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അതിനു മുന്നേ തന്നെ ആ ഒരു കാര്യങ്ങൾ ഇവൻ മുന്നോട്ട് നീക്കിയത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഏൻഷ്യൻ ആണെങ്കിൽ ഇപ്പൊ ഇവന്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവനൊരു പണിതീരാത്ത ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്കാണ് ഇവളെ എത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇവനോട് പെട്ടെന്ന് ക്ഷമ ചോദിക്കുന്നു. സോ ഇവളാണെങ്കിൽ ഇവനെ ഹഗ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇവന്റെ ദേഹം ഫുള്ള് പൊട്ടിയിരിക്കുകയാണല്ലോ. സോ നല്ലോണം തന്നെ ഇവന് വേദനിക്കാണ്. അപ്പോഴാണ് ഇവളും കാണുന്നത് ഇവളുടെ കയ്യിലൊക്കെ ഫുള്ള് ബ്ലഡ് ആവുന്നു. ഇവന്റെ ശരീരത്തിൽ മുന്നേ തന്നെ മുഴുവൻ പാടുകൾ ഉണ്ടായിരുന്നത് ഇവളെ ശ്രദ്ധിച്ചതായിരുന്നല്ലോ. എന്നാൽ ഇപ്പോഴാണ് അത് ആ ഒരു സൂ ഫാമിലി കാരണമാണ് ഉണ്ടായതെന്ന് ഇവൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവനോട് എന്തിനാ നീ ഇനിയും ഇത്രയും ത്യാഗം സഹിച്ച് അവരുടെ ഇടയിൽ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ യൂലിൻ കംപ്ലീറ്റ് ആയിട്ട് അവരെ നിലം പതിക്കാനാണ്. ആ ഒരു കുടുംബമാണ് എന്റെ പാരന്റ്സിനെ ഇല്ലാതാക്കിയത്, എന്നെ അനാഥനാക്കിയത്, എന്റെ ഇത്രയും വർഷം ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നിട്ടുള്ള ഓരോ ദിവസവും എന്റെ പക കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ എന്റെ ലൈഫ് പോലും പണയം വെച്ച് അവരുടെ നിഴലായിട്ട് നിൽക്കുന്നത് അവരെ നിലം പതിക്കാൻ വേണ്ടി തന്നെയാണ്. പലപ്പോഴും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പാരന്റ്സിന്റെ ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് അങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് ഇവന്റെ വിഷമം കാണുന്ന സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവളും ഇവനെ ആശ്വസിപ്പിച്ച് കൂടെ നിൽക്കുന്നു. അപ്പോൾ ഇവനും ഇവളോട് ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം എന്നേക്കുമായിട്ട് നിന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കും,
പക്ഷെ എനിക്കിപ്പോ ദൂരെ നിൽക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്യുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവനൊരു കോള് വരുന്നത് കൊണ്ട് തന്നെ അത് സംസാരിക്കാനായിട്ട് ഇവൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇവളും അവിടെയുള്ള ഇവന്റെ റൂംസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അവിടെ ഇവന്റെ ആ ഒരു സ്റ്റഡി റൂം കാണുന്നത്. ഇവളെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും അവനോട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെയാണ് യോലിനും അങ്ങോട്ടേക്ക് വരുന്നത്. ഇവന്റെ രഹസ്യങ്ങളെ എല്ലാം തന്നെ അറിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവളുടെ കമ്പനി ഷെയർസ് ഉൾപ്പെടെ വാങ്ങിപ്പിച്ചതും ആ ബോർഡ് മെമ്പേഴ്സിനെ ഭീഷണിപ്പെടുത്തിയതൊക്കെ ഇവനായിരുന്നു എന്ന കാര്യം ഇവൾ അറിഞ്ഞ് ഭയങ്കരമായിട്ട് ഷോക്കാവാണ്. അത് മാത്രമല്ല നല്ല ദേഷ്യം വരികയാണ്. തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഇവന്റെ പ്ലാനിംഗ് അനുസരിച്ച് നടന്നതാണ് എന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. ഇവളെ കിഡ്നാപ്പ് ചെയ്തത് ഉൾപ്പെടെ ഇവന്റെ പ്രവർത്തികളായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഇവൾക്കത് സഹിക്കാനേ ആവുന്നില്ല. സോ ഇവളെ യൂസ് ചെയ്യായിരുന്നു എന്ന കാര്യം ഇവൾക്ക് മനസ്സിലാവുന്നു. ഇവനും ഇവളോട് ആ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഇവളെ ഇനി ഇവനെ വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തില് ഇനി നമ്മൾ തമ്മിൽ യാതൊരുവിധ ബന്ധം ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. സോ അവർ രണ്ടുപേരും അതിനുശേഷം വളരെ നിരാശയിലാണ്. അവളുമായിട്ട് പ്രണയത്തിലാവുക എന്നുള്ളത് ഇവന്റെ പ്ലാനിൽ ഇല്ലാത്തൊരു കാര്യം ആയിരുന്നല്ലോ. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇവനും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അവളെ പോലെ ഒരു പണക്കാരി ഇവനെ ഇഷ്ടപ്പെടുമെന്നും. സോ ഇപ്പൊ അവള് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് പോയത് കൊണ്ട് തന്നെ ഇവൻ വലിയ നിരാശയിലാണ്. അതുപോലെ തന്നെ യൂലിനെ ഇവളും അത്രയും നല്ലോണമാണല്ലോ വിശ്വസിച്ചത്. പക്ഷെ അവൻ കൂടെ നിന്ന് ചതിച്ചത് കൊണ്ട് തന്നെ ഇവളും വലിയ നിരാശയിലാണ്. എന്നാൽ ഇവളിപ്പോ ഒരു മോശം അവസ്ഥയിലാണ് എന്നറിഞ്ഞ് യാലി ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്ന് നിനക്ക് എന്താ പറ്റിയത്, വിളിച്ചാലും ഫോൺ എടുക്കില്ല, കമ്പനിയിൽ അന്വേഷിച്ചാർക്ക് അവിടെയും ചെല്ലാറില്ല, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ യോലിൻ ഇത്രയും നാളും ചതിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ഇവളോട് പറയുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിന്റെ കയ്യിലെ പൈസ കണ്ടിട്ടായിരിക്കും, ആർക്കായാലും ഒരു ചാൻസ് കിട്ടിയാലോ വെറുതെ കളയോ, അല്ല അപ്പോ ഷാവോടെ കാര്യോ എന്ന് ചോദിക്കുമ്പോൾ അവനും എന്നെ ചതിക്കായിരുന്നു, അവന് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ അത് കേട്ട് ഒന്ന് പതറുന്നു. ഇവൾക്കും അവനുമായിട്ട് ബന്ധമുള്ളതാണല്ലോ, മറ്റൊരു പെണ്ണോ എന്ന് ചോദിക്കുമ്പോൾ എൻഷിനും ആ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ കാര്യം പറയുന്നു. അപ്പൊ അത് കേട്ട് നീ മിസ്റ്റർ ഷാവോയെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്, പുള്ളി നല്ലൊരു വ്യക്തിയല്ലേ, ഇത് ചിലപ്പോ നീ ഷാവോയായിട്ട് ഒന്നിക്കാതിരിക്കാൻ വേണ്ടി യൂലിൻ ചെയ്തതാവില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് ഷാവോയും ഇവളെ കാണാൻ വേണ്ടി എത്തുകയാണ്. അപ്പൊ യാലി ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത്, എല്ലാ ആണുങ്ങളും ഒരേപോലെയാ, ഇവളെ നിങ്ങളെ ഇത്ര നാളും പറ്റിക്കല്ലായിരുന്നോ, ഇപ്പൊ നിങ്ങൾ വലിയ ഡീസന്റ് ആണെന്ന് കാണിക്കണ്ട, ഇവിടെ നിന്ന് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറയുമ്പോൾ ഷാവോ ആണെങ്കിൽ ഏൻഷിനോട് വന്ന് ഞാൻ നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞേക്കാം, ആ ഒരു പെണ്ണ് എന്റെ സ്റ്റാഫ് മാത്രമായിരുന്നു, പക്ഷെ അവളാണ് പലപ്പോഴും എന്റെ പിന്നാലെ നടന്നിട്ടുള്ളത്, ഞാൻ അതിനൊക്കെ ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, കാരണം എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് അവൾക്ക് മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ ഞാൻ അറിഞ്ഞത്. അവൾ ഇത്രയൊക്കെ മുന്നോട്ട് പ്രവർത്തിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, അവൾ എന്നെ ഒരു സ്റ്റാഫ് ആയിരുന്നു എന്നും അവൾക്ക് മെന്റൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഡോക്യുമെന്റ്സ് ആണിത്, നമുക്കിത് ചെക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ച് ഡോക്യുമെന്റ്സ് എടുത്ത് ഇവളെ കാണിക്കുമ്പോൾ അത് യാലിയാണ് നോക്കുന്നത്. എന്നിട്ട് ശരിക്കും അവൾക്ക് ഭ്രാന്തായിരുന്നോ എന്ന് പറഞ്ഞിട്ട് ഇവളെ കാണിക്കുമ്പോൾ അതെല്ലാം ഇവൾക്കും ഉള്ളതായിട്ട് തോന്നുകയാണ്. ഇവ പറയുന്നതൊക്കെ ഇവൾക്കും വിശ്വാസമാവുന്നു. അപ്പൊ ഷാവോയാണെങ്കിൽ ഇവളോട് ക്ഷമ ചോദിക്കുകയാണ്, നീ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്, ഞാൻ നിന്നെ ചതിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവൾക്കും പെട്ടെന്ന് എന്തോ മനസ്സിലിവ് തോന്നിയിട്ട് ഇവനോട് ക്ഷമിക്കാണ്. ഇവനെ തെറ്റിദ്ധരിച്ചു പോയതിൽ ഇവനോട് ക്ഷമ ചോദിക്കുന്നു. എന്നാൽ അതെല്ലാം തന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്ലാൻ അനുസരിച്ച് ഇവളെ കൺവിൻസ് ചെയ്തതാണ്. ഷാവോ ആണെങ്കിൽ യാലിയെ ഇതിനു മുന്നേ തന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവൾക്ക് ആവശ്യമായിട്ടുള്ള പൈസ കൊടുത്തിട്ടാണ് ഈ ഒരു നാടകം ഏൻഷ്യന്റെ മുന്നിൽ കളിച്ചത് ഇവർ രണ്ടുപേരും കൂടി. പക്ഷെ ഇവളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ഇവരുടെ പ്ലാൻ, സെക്ഷലി ഇവളെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വഴി ഒരുക്കി തരണം എന്നുകൂടി ഇവളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ ശരി നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയല്ലോ, എന്തായാലും നിങ്ങൾ വീണ്ടും ഒന്നായ സ്ഥിതിക്ക് ഞാൻ ഇവിടെ നിന്ന് കട്ടുമ്പാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നൈസിന് മാറിക്കൊടുക്കുകയാണ്. അപ്പൊ ഏൻഷ്യനും ഇവനോട് ഇനി നിങ്ങൾ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം എന്ന് പറയുമ്പോൾ ഇവനും കള്ള പ്രോമിസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവളുടെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് അല്ല നിങ്ങൾ തമ്മിൽ പിരിഞ്ഞതല്ലേ, മോളെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അച്ഛ നമ്മൾ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതാണ്, ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ അച്ഛനാണെങ്കിൽ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച് ഇവളെ വലിച്ചെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് തന്നെ ഇവന്റെ പ്ലാൻ കൊളമായി. അതുകൊണ്ട് തന്നെ ഇവൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവനും പ്ലാൻ എല്ലാം കൊളമായ കാര്യം ഇവളോട് പറയുന്നു. അപ്പൊ ഇത്രയും ദിവസം ഏൻഷ്യൻ മോഡ് ഓഫ് ആയിരുന്നതിന് കാരണം നീ ആണെന്നാണോ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവൻ അല്ലാണ്ട് പിന്നെ വേറെ ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ 1 മില്യൺ തന്നാൽ അത് ആരാണെന്ന് ഞാൻ പറയാം എന്ന കാര്യം പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഷാവോയുടെ ഓഫീസിലേക്ക് ഏൻഷ്യൻ എത്തിയിരിക്കുകയാണ്. അവിടെ തന്നെയാണ് യൂലിനും ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവളെ കണ്ട് ഷാവോ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ കല്യാണം കഴിക്കോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് ഇവൻ നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു. അപ്പോ പിന്നെന്താ തീർച്ചയായും നിന്നെ വിവാഹം കഴിക്കും എന്ന് പറയുന്നു. അപ്പൊ 1 മാസത്തിനകം നമ്മുടെ വിവാഹം നടക്കണം, എല്ലാ മീഡിയാസിനെയും വിളിക്കണം, എല്ലാവരും അറിയിക്കണം എന്ന് പറയുമ്പോൾ ഇവനും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവന്റെ പ്ലാൻ സക്സസ് ആയല്ലോ. അതുകൊണ്ട് തന്നെ ഇവളോട് ഡീല് പറയുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ യൂലിനാണെങ്കിൽ ഇവളെ പിടിച്ചിട്ട് നീ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കല്യാണം കഴിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാവോ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ, നീ എനിക്ക് പറയാൻ ഒരു അവസരം എന്താ എന്ന് പറയുമ്പോൾ ഇനി നീ ഒന്നും പറയണ്ട, എനിക്ക് അവനെ ഇഷ്ടമാണ്, ഞാൻ അവനെ കല്യാണം കഴിക്കും എന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ ദേഷ്യം വന്ന് ഇവളെ കിസ് ചെയ്യുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു മറ്റേ ബോഡി ഗാർഡ് ആണെങ്കിൽ അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവളാണെങ്കിലും മനഃപൂർവ്വം ഇവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാവോയോടൊപ്പം വളരെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇവരിപ്പോ ഒരു ഡിന്നറിനായിട്ട് എത്തിയിരിക്കുകയാണ്. ബിസിനസ് ഫീൽഡിൽ നിന്നുള്ള എല്ലാ ആളുകളും തന്നെ ഉണ്ട്. അപ്പൊ ഷാവോ ആണെങ്കിൽ ഇവളുടെ കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഇവൻ ഫോണിൽ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവളുടെ കൈ വിടുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഷാവോയുടെ കൈയിൽ നിന്ന് കയറി പിടിക്കുന്നത് യൂലിന്റെ കയ്യിലാണ്. പക്ഷെ ഇവൾ ഇറങ്ങി പോകുമ്പോഴാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവളെ പെട്ടെന്ന് ഇവന്റെ കൈ വിടാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവൻ വിടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ
നമ്മൾ ബ്രേക്കപ്പ് ആയവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ കൈയെടുത്ത് മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ആ ഓരോ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കാണ്. എന്നാൽ ഇവൾക്കാണെങ്കിൽ ഒരു താല്പര്യവും ഇല്ലാതെയാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളുടെ കൈ തട്ടി വൈനാണെങ്കിൽ ഇവളുടെ ദേഹത്തോട് വീഴാണ്. സോ ഇവളും അത് ക്ലീൻ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് വരുന്നു. അപ്പൊ കറക്റ്റ് ഇവളുടെ കൂടെ തന്നെ യൂലിനും കയറി വരാണ്. ഇവൾ പെട്ടെന്ന് ഇവനെ കണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, ലേഡീസിന്റേതാണ് എന്ന് പറയുമ്പോൾ ഇവൻ മാഡം നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ, മാഡം നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണോ അതോ എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് ഇവനെ തല്ലാണ്. എന്നാൽ അപ്പോഴാണ് ഇവൾക്ക് യൂലിൻ അല്ല റോങ് ആയിട്ടുള്ളതിൽ കയറി വന്നത്, ഇവളാണ് ആണുങ്ങളുടെ ബാത്റൂമിലേക്ക് കയറി വന്നത് എന്ന കാര്യം മനസ്സിലാക്കുന്നത്. സോ ഇവള് പോകാനായിട്ട് തുടങ്ങുമ്പോൾ യൂലിൻ ആണെങ്കിൽ ഇവളെ വിടുന്നില്ല. അവിടെയുള്ള റൂമിലേക്ക് ഇപ്പൊ ഇവര് കയറിയിരിക്കുകയാണ്. എന്നിട്ട് ഇവളോട് ഇപ്പൊ പറ എന്റെ പിന്നാലെ ആരാ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ പോകാൻ തുടങ്ങുന്നു. പക്ഷേ ഇവൻ വിടുന്നില്ല. എന്നാൽ ഇവര് അകത്തുള്ള അതേ സമയത്താണ് പുറത്ത് ഷാവോ എത്തുന്നത്. ഇവനും അവിടെ ഇവളുടെ കൂട്ട് കാണാണ്. അതുകൊണ്ട് ഇവൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇവനാണെങ്കിൽ പുറത്ത് അവന്റെ കൂടെയുള്ള ആള് പോയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവളും പെട്ടെന്ന് ഇവന്റെ കയ്യിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമ്പോൾ കറക്റ്റ് ഇവന്റെ മുന്നിലാണ് വന്ന് പെടുന്നത്. യൂലിനാണെങ്കിൽ അകത്താണ് ഉള്ളത്. സോ ഷാവോ ഇവളോട് നീ മെൻസിന്റെ റെസ്ട്രൂമിൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ കയറി വന്നതാണ് എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഉള്ളിലേക്ക് കയറി നോക്കാനായിട്ട് പോവാണ്. എന്നാൽ ഇവള് വിടുന്നില്ല. കൈ പിടിച്ചിട്ട് ഒരുപാട് മദ്യപിക്കരുത് എന്ന് പറയുമ്പോൾ ഇവനും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവളുടെ തിങ്സ് ഒക്കെ കൊടുത്ത് അവളെ പറഞ്ഞു വിടുന്നു. അവൾ പോയതിനു ശേഷം ഇവൻ ആ ഒരു റൂം ചെക്ക് ചെയ്യാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പുറത്തെ റൂമിൽ നിന്ന് യൂമി ആണെങ്കിൽ പുറത്തേക്ക് വരാണ്. ഇവൻ ഓൾറെഡി തന്നെ ആ ഒരു റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവനൊന്നും അറിയാത്ത പോലെയാണ് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇറങ്ങി പോകുന്നത്. പക്ഷെ ഇവന് എന്തൊക്കെയോ ഡൗട്ട് വരാൻ തുടങ്ങുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവൻ തന്നെയാണ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് എത്തുന്നത്. പക്ഷെ ഷാവോ ആണെങ്കിൽ നല്ല ഫിറ്റ് ആണ്. സോ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളെ വലിച്ച് പുറത്തിറക്കിയിട്ട് ഇവളെ കിസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഇവള് നീ എന്തൊക്കെയാ കാണിക്കുന്നത്, ഇവിടെ ഷാവോ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ അതിന് ഞാൻ എന്ത് വേണം എന്ന് പറഞ്ഞിട്ട് ഇവൻ അവന്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ ഇവളാണെങ്കിൽ പെട്ടെന്ന് ഇവനെ തല്ലാണ്. എന്നിട്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇവന് ദേഷ്യം വന്ന് അത് എനിക്ക് ഭ്രാന്താണ്, നീയാണ് എന്നെ ഭ്രാന്തനാക്കിയത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ ആ ഒരു സമയത്ത് ഷാവോ ആണെങ്കിൽ കണ്ണു തുറന്നിട്ട് പെട്ടെന്ന് ഇവന്റെ പേര് വിളിക്കാണ്. അവൻ വിളിക്കുന്നത് കൊണ്ട് തന്നെ യൂലിനും ഇവളോട് ഇനി നിന്റെ ഫിയാൻസി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം എന്ന് പറഞ്ഞിട്ടാണ് ഷാവോയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സീനിൽ കണ്ടിരുന്നല്ലോ ഒരു പെൺകുട്ടി റെഡിയാക്കി തരാനായിട്ട് പറയുന്നതും ഇവളോട് വന്ന് മറ്റാരോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് 1 മില്യൺ തന്നേക്കാം എന്റെ കൂടെ വരാനായിട്ട് പറയുന്നതൊക്കെ ഇവൻ വീണ്ടും ഇവളെ ചതിക്കായിരുന്നു എന്ന കാര്യം ഇവൾ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ഒരു അവസരം കൊടുത്തിട്ടും അവൻ വീണ്ടും ഇവളെ ചതിക്കായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഷാവോ ഇവളെ ചതിച്ചതുകൊണ്ട് ഇവൾ ഇപ്പോൾ യൂലിനോടൊപ്പമാണ് ഉള്ളത്. ഇവൾക്ക് ഇവനോടുള്ള ഇഷ്ടമൊന്നും ഇതുവരെയും മാറിയിട്ടില്ല, അത് കുറഞ്ഞിട്ടില്ല. സോ അതിനുശേഷം ഈ ഷാവോയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നത് ഈ ഒരു ബോഡി ഗാർഡാണ്. ഇയാളും ഇവനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് യൂലിനെ വിളിച്ചിട്ട് ഞാൻ മിസ്റ്റർ ഷാവോയെ റൂമിൽ എത്തിച്ചിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ എങ്ങനെയാ ഇത്രയും ഫിറ്റ് ആയത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അവൻ കുടിക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാള് പക്ഷേ ഇന്ന് ഞാൻ കണ്ടതാണല്ലോ ബോസ് വലുതായിട്ട് ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ എങ്ങനെയാ ഇത്രയും ഫിറ്റ് ആയതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇവൻ അത് കേട്ട് ഷോക്കാവുന്നു. സത്യത്തില് ഇവൻ ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം ഇവന്റെ ആക്ടിങ് മാത്രമായിരുന്നു. അതിനുശേഷം ഇവന് പോയി യൂലിനെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഇവനും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഷാവോയാണെങ്കിൽ എനിക്കിപ്പോഴാ എന്റെ തെറ്റുകുറ്റങ്ങൾ എല്ലാം മനസ്സിലായത്. ഞാൻ നീ ആയിട്ടുള്ള കരാറ് പിൻവലിക്കുകയാണ്. ഞാനും എന്റെ ഫാമിലിയും നിന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. നാളെ എന്റെ വിവാഹമാണ്, നാളെ ഞാൻ മറ്റൊരാളുടെ ഹസ്ബൻഡ് ആവാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ തെറ്റുകളൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ ഇവന്റെ ഒരു ഡോക്യുമെന്റ് തിരിച്ചു കൊടുക്കുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഇവന്റെ ആക്ടിംഗ് ആയിരുന്നു. ആ ഒരു പേപ്പേഴ്സ് എല്ലാം തന്നെ വലിച്ചെറിഞ്ഞിട്ട് ഇവന് മനസ്സിലായി യൂലിൻ ഇത്രയും നാളും കൂടെ നിന്ന് പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവന്റെ ആളുകൾ ഇപ്പോൾ യൂലിനെ പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഷാവോ ഇവനോട് എനിക്ക് എന്നെ കുറിച്ച് ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നുകയാണ്. എന്റെ ഇന്നത്തെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു, നീ എന്താ വിചാരിച്ചത്, നീ മാത്രമാണ് സ്മാർട്ട് എന്നാണോ, എല്ലാവരെയും ഫുള്ളാക്കാന്ന് വിചാരിച്ചോ, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ്, നീ എന്നേക്കാൾ മുന്നേ കുത്തിക്കൊണ്ടുപോയത് എന്നൊക്കെ പറയുമ്പോൾ യൂലിൻ നിനക്കിപ്പോ എന്താ എന്നെ കൊല്ലണോ, കൊന്നിക്ക് എന്ന് പറയുമ്പോൾ ഇവൻ കൊല്ലാനോ, അത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ലേ, നിന്റെ അച്ഛനെയും അമ്മയും കൊന്ന പോലെ, എന്തായാലും നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇന്ന് അവരുമായിട്ടുള്ള കൂടിക്കാഴ്ച വീണ്ടും ഒരുക്കി തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവനെ നേരെ തോക്കെടുത്ത് വെടിവെക്കാണ്. അതിനുശേഷം നമ്മൾ പിറ്റേന്നാണ് കാണുന്നത്. ഇന്ന് ഇവരുടെ വിവാഹ ദിവസമാണ്. ഇവരുടെ ഗസ്റ്റുകളും അതുപോലെ തന്നെ എല്ലാ മീഡിയാസും ഒക്കെ തന്നെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഏൻഷൻ ആണെങ്കിൽ വളരെ നിരാശയിലാണ് ഉള്ളത്. സോ ഫസ്റ്റ് ഷാവോയുടെ വിവാഹത്തിന് സമ്മതമാണോ എന്ന കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ സമ്മതമാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവളോട് സമ്മതം ചോദിക്കുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഒരു മറുപടി പറയാൻ ഇല്ലാവ് നിൽക്കാണ്. എന്നാൽ അപ്പോഴേക്കും ഇവൾക്ക് സമ്മതം അല്ല എന്നൊരു മറുപടി ആയിട്ട് അങ്ങോട്ട് വന്ന് പറയുന്നത് മറ്റാരുമല്ല യൂലിൻ തന്നെയാണ്. അത് കണ്ട് ഷാവോ നന്നായിട്ട് ഷോക്കാവുകയാണ്. നീയോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ, ഞാൻ എന്റെ പാരന്റ്സിനെ കാണാൻ പോകുന്നതിന് മുന്നേ ഈ ഒരു ദിവസം കൂടാണ്ട് പോയാല് എങ്ങനെ ശരിയാവും എന്ന് പറയുമ്പോൾ ഷാവോ നീ ഓൾറെഡി മരിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവാണ്. ഈ ഷാവോ അഭിനയിക്കാണ് എന്ന കാര്യം യൂലിന് ഓൾറെഡി തന്നെ മനസ്സിലായതാണ്. അതായത് ഇവൻ മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്ന കാര്യം. അതുകൊണ്ട് തന്നെ മറ്റേ ബോഡി ഗാർഡിനെ വിളിച്ച് ആ ഒരു ഷാവോയുടെ ഗണിലുള്ള ബുള്ളറ്റ് മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഇവൻ വെടി കൊണ്ടിട്ടും മരിക്കാതിരുന്നത്. പക്ഷേ ഈ പൊട്ടം വിചാരിച്ചത് അവൻ മരിച്ചു എന്നാണ്. സോ ഇപ്പൊ വളരെ ദേഷ്യത്തിലെ ഷാവോ ആണെങ്കിൽ ഇവനെ പിടിച്ച് പുറത്താക്കാനായിട്ട് പറയുമ്പോൾ യൂലിൻ ആണെങ്കിൽ ഇന്ന് സോ ഫാമിലിയുടെ പട്ടികൾക്ക് കുറയ്ക്കാനുള്ള അവസരമല്ല, ഞാൻ പറയുന്നത് നീയും ഇവിടെ വന്നിട്ടുള്ളവരും കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി തന്നെ അവിടെ മീഡിയാസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അവരോടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ന്യൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്, അതെല്ലാം പിടിച്ചെടുത്തോണം എന്ന് പറയുന്നു. ഇവനും ആ ഒരു കാര്യങ്ങൾ എന്നിട്ട് പറയാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഷാവോയുടെ കമ്പനി ആണെങ്കിൽ ഇതുവരെയും ഒരുപാട് അഴിമതികളാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. 3 ബില്യണിലേറെയാണ് ഇവർ ഗവൺമെന്റിനെ പരീക്ഷ കൈക്കലാക്കിയിട്ടുള്ളത്. ഇവർ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ ചെയ്യുന്നത്. സോ അതിൽ നിന്ന് അത് മാത്രമല്ല ഇവരുടെ സ്റ്റാഫുകൾ ഒരുപാട് പേര് അപകടത്തിൽ പെട്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതെല്ലാം തന്നെ തെളിവ് സഹിതം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഷാവോ പെട്ടെന്ന് ഇവൻ എന്തൊക്കെയാ പറയുന്നത്, നീ പറയുന്നതിന് എന്തെങ്കിലും തെളിവ് നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെ കയ്യിൽ ഓൾറെഡി തന്നെ അതിന് വേണ്ടിയിട്ടുള്ള തെളിവുകൾ ഇവൻ എത്തിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തി കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് ഇവനും കൂടി ആണല്ലോ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യൂലിന് ആ ഒരു തെളിവുകളൊക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക് ആണ്. അതെല്ലാം
തന്നെ ഇപ്പൊ ഇവർക്ക് മുന്നിൽ കാണിക്കുന്നു. സോ അതൊക്കെ കണ്ട് ഇവന്റെ ഫാദർ ആണെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇയാളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവൻ മീഡിയാസിനോട് പറയാണ്. എന്റെ പാരന്റ്സിനെ ഇല്ലാതാക്കിയത് ഇയാളാണ്, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവരുടെ ഓഫീസിലും ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ സംസാരങ്ങൾ എല്ലാം തന്നെ ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ പ്ലേ ചെയ്യാണ്. ഇവര് അച്ഛനും മകനും ഓൾറെഡി തന്നെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഇവന്റെ പാരന്റ്സിനെ കൊന്നത് ഇവരാണ് എന്ന കാര്യം, ഇവനെ അടിമയാക്കി വെച്ചേക്കായിരുന്നു എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ. സോ അതെല്ലാം തന്നെ എല്ലാവർക്കും മുന്നിലും ഇവൻ കേൾപ്പിക്കാണ്. മാത്രമല്ല ഇവന് മറ്റൊരു പെൺകുട്ടിയായിട്ട് അഫെയർ ഉണ്ടായിരുന്നതും അവളെ പ്രഗ്നന്റ് ആക്കിയിട്ട് അവളെ കൊല്ലാൻ നോക്കിയതും ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ തെളിവ് ചെയ്തും എല്ലാവരുടെ മുന്നിലും നിരത്തുകയാണ്. ആ ഒരു പെൺകുട്ടി ഉൾപ്പെടെ കറക്റ്റ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ പെട്ടെന്ന് പണിയെല്ലാം പാളി എന്ന് മനസ്സിലാക്കി എൻജിനോട് കാല് പിടിക്കാനായിട്ട് പോകുമ്പോൾ ഇവനാണെങ്കിൽ ഇവനെ തട്ടി മാറ്റിയിട്ട് നേരെ യൂലിന്റെ അടുത്തേക്ക് വരാണ്. ഞാൻ വിളിച്ചിട്ട് എന്താ നീ ഫോൺ എടുക്കാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഞാൻ മരിച്ചതായിട്ട് അഭിനയിക്കല്ലേ, എന്റെ റോൾ എനിക്ക് നന്നായിട്ട് ചെയ്യണ്ടേ എന്ന് പറയുന്നു. അപ്പൊ അത് കേട്ട് ഇവൻ അല്ല നിങ്ങൾ എപ്പോഴാ വീണ്ടും ഒന്നിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ എൻജിൻ ഇവനോട് അതിന് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ലല്ലോ, ഞാനും യൂലിന്റെ പ്ലാനിലെ ഒരു പാർട്ട് മാത്രമായിരുന്നു എന്ന് പറയാണ്. അതായത് ആ ഒരു ദിവസം ഇവന്റെ സത്യങ്ങളൊക്കെ ഇവളെ മനസ്സിലാക്കിയിരുന്നല്ലോ, അന്ന് ശരിക്കും ഇവനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി പോയിട്ടില്ല. ഇവന് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇവളെ കേട്ടിരുന്നു. അതായത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉൾപ്പെടെയാണല്ലോ ഇവളെ ചതിച്ചത്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവളെ ആ ഒരു സമയത്ത് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും പിരിഞ്ഞു എന്ന് ആ ഒരു ഫ്രണ്ടിനെയും അറിയിക്കേണ്ടത് ഇവളുടെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ പിന്നീട് ബ്രേക്കപ്പ് ആയി എന്ന കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രണ്ടിനെ അറിയിച്ചതും അതുവഴി ഈ ഒരു ഷാവോയെ അറിയിച്ച കാര്യങ്ങളൊക്കെ ഇവർ ഫുള്ള് പ്ലാൻ ചെയ്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇവർ ശരിക്കും ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ കേട്ട് ഇവൻ ഫുള്ള് തകർന്നു പോവാണ്. ഇത്രയും വലിയൊരു ചതി ഇതിന്റെ പിറകിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന കാര്യം ഇവൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. യോലിനെയും കൊന്ന് ആൻഷിനെയും വിവാഹം കഴിച്ച് എല്ലാം കൊണ്ടും ഇവൻ വിജയിച്ചു എന്നാണ് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാം താറുമാറായിരിക്കാണ്. അത് മാത്രമല്ല ഇവരുടെ അടുത്തേക്ക് ഇപ്പോൾ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ആളുകളും എത്തിയിരിക്കുകയാണ്. ഇവർ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇവന്റെ പാരന്റ്സിന് മാത്രമല്ല ഗവൺമെന്റിനെ പറ്റിച്ചും ഒരുപാട് കാശുകൾ കൈക്കലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന്റെ കമ്പനി പേര് പറഞ്ഞിട്ട് ഞാൻ ആ കമ്പനിയുടെ സിഒ ആണ്, എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ യൂലിൻ ഓ സോറി ഒരു കാര്യം പറയാൻ മറന്നു, ഓൾറെഡി തന്നെ നിന്റെ കമ്പനിയിലെ നിന്റെ സ്ഥാനം പോയി, ഇപ്പോ നിന്റെ കമ്പനിയിലെ ഏറ്റവും കൂടുതൽ ഷെയർ ഉള്ളത് എനിക്കാണ്, അതുകൊണ്ട് നീ ഇനി സിഒ ആയിട്ടിരിക്കാന്ന് വിചാരിക്കണ്ട എന്ന കാര്യം പറയാണ്. അതായത് ഇവളുടെ ഹെൽപ്പോട് കൂടി ഇവൻ ആ ഒരു കമ്പനിയുടെ മുഴുവൻ ഷെയർസും വാങ്ങിച്ചെടുത്തു. ഇവൻ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്തത്. ഇവരെക്കാൾ ഒരുപടി മുന്നിലോട്ട് എത്താൻ അത് ഇവൻ നേടിക്കഴിഞ്ഞു. സോ ഈ അച്ഛന്റെയും മകന്റെയും ഫുള്ള് കള്ളത്തരങ്ങൾ പുറത്താകുന്നത് കൊണ്ട് തന്നെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇവരുടെ ലൈഫിൽ ശാന്തിയും സമാധാനവും തുടങ്ങുകയാണ്. സോ ഇവൻ ആഗ്രഹിച്ചതുപോലെ ഇവന്റെ പാരന്റ്സിന് വേണ്ടി നീതി വാങ്ങിച്ചു കൊടുക്കാനായല്ലോ. അതുകൊണ്ട് തന്നെ ഇവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എയിംസിനോടൊപ്പം പുതിയൊരു ലൈഫ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.